തങ്ങളെ ആട്ടിയോടിക്കപ്പെട്ട മക്ക, തങ്ങളെ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആ മക്കയിലേക്കാ തങ്ങൾ തിരിച്ചു വരിക എന്ന് കുറിക്കുമ്പോൾ വർഷം എത്രയായെന്നും വരും, അമ്മക്കയിലേക്ക് ഇനി തങ്ങൾ എങ്ങനെ വരും എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഗാംഭീര്യം. ഈ ഗാംഭീര്യം മനസ്സിലാക്കുവാൻ വേണ്ടി തങ്ങളെ ആട്ടിയോടിക്കപ്പെട്ട മക്ക റസൂലുള്ളാഹിയല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ മോശമുണ്ടായിട്ടല്ല. വജിഅ്തനാ ത്വരീദം ഫആവൈനാക, കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. വജിഅ്തനാ ത്വരീദം ഫആവൈനാക, തങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ടവരായാണ് ഞങ്ങളുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നത് നബിയേ. അന്ന് തങ്ങൾക്ക് അഭയം നൽകിയത് ഞങ്ങളല്ലേ എന്ന് അൻസാരികളായ സ്വഹാബികളെ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞാൽ ലസദഖ്തും വസുദ്ദിഖ്തും, നിങ്ങൾ സത്യം പറഞ്ഞവരാണ്, ആ വാക്കിൽ നിങ്ങളുടെ ആ വാക്ക് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നല്ലോ, നിങ്ങളെന്നെ കുറിച്ച് പറയേണ്ടതല്ലേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിക്ക് അവർ ചെയ്തു കൊടുത്ത സേവനങ്ങളെക്കുറിച്ച് ധാരാളം എണ്ണിയ കൂട്ടത്തിൽ നബി എന്നെക്കുറിച്ച് ഉപയോഗിച്ചത് ത്വരീദൻ, ഞാൻ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവനായി നിങ്ങളുടെ അടുത്ത് വന്നു, അന്ന് അഭയം നൽകിയത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് അവകാശപ്പെട്ടുകൂടെ എന്നാണ്. ഇത് പറഞ്ഞാൽ സത്യമാണ്, അത് അംഗീകരിക്കപ്പെടും എന്ന് ഹദീസിന്റെ കിതാബുകളിൽ വളരെ വ്യക്തമായുള്ളത്. ഫത്ഹുൽ ബാരിയുടെ വാല്യവും പേജുമൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മോശവുമില്ല. എന്നാലും എന്റെ പുസ്തകത്തിലെ പരാമർശം അതല്ല. തങ്ങളെ ആട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക്, മക്കയാണ് ആട്ടിയോടിക്കപ്പെട്ട പ്രദേശം, ആട്ടിയോടിക്കപ്പെട്ട പ്രദേശം മക്ക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയ ഈ ഭാഗം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഞാനെന്തോ ശകാരിച്ചു പോയി എന്ന് വരുത്തിയിട്ട് സബ്ബുൽ അംബിയ ഒരു മനുഷ്യൻ നടത്തിയാൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ വിധി കാഫിറാണ്, അവൻ ഇസ്ലാമിലില്ലെന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതിലൊരിക്കലും പ്രായശ്ചിത്തമില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സബ്ബ് ചെയ്തതിന്റെ പേരിൽ പല്ലടിച്ചു പൊളിച്ച പെണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ആ ഭരണാധികാരിയോട് ചോദിച്ചതും അതിനെതിരെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രവാചകന്മാരെ ചീത്ത പറഞ്ഞവൻ കാഫിറാൻ, അവൻ മുർത്തദ്ദാൻ, അവന്റെ തല വെട്ടുകയാണ് വേണ്ടത്, പല്ല് കടിച്ചു പൊളിക്കുകയും വിരൂപപ്പെടുത്തിയിട്ട് ജീവനോടെ വെക്കുകയുമല്ല എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വെളിപ്പെടുത്തിയ നിയമം ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് നബിയെ ഞാൻ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശകാരിക്കൽ കൊണ്ട് തന്നെ ഞാൻ മുർത്തദ്ദാണെന്നല്ല പറയേണ്ടത്. പക്ഷെ ഇദ്ദേഹം മുർത്തദ്ദാനല്ല പറയുന്നത്, ജമാഅത്താണ്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ജമാഅത്താരൻ പറഞ്ഞോട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു എന്ന് വന്നപ്പോ വളരെ സങ്കടം എന്റെ ഹൃദയത്തിലുണ്ട്. ഇതിന് അദ്ദേഹം അങ്ങ് ഓതിയിട്ട് നബിയുടെ ഹിജറയെ വളരെ വളരെ കൊച്ചാക്കിപ്പോയി. ഹിജറ എന്ന് പറഞ്ഞത് റസൂലുള്ളാന്റെ പുതിയാപ്പളമൊക്കെ, അള്ളാന്റെ റസൂലിന്റെ മലക്ക് വന്നിട്ട് പുതിയാപ്പളുണ്ട്, എന്തോ ഒരു പുതിയാപ്പളം കൊണ്ടുപോയി. നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂൽ പോയ രംഗം ഖുർആൻ വിവരിക്കുന്ന ശൈലി? അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പങ്കെടുത്ത യുദ്ധമാണ് തബൂക്ക്. ആ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സന്ദർഭം വളരെ ക്ഷാമം പിടിച്ച സന്ദർഭമാണ്. ഒരിച്ച് വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത ചൂടുഷ്ടമായ കൊടുമയുള്ള കാലം, വാഹനങ്ങൾ വേണ്ടത്രയില്ല. അല്ലാഹുവിന്റെ റസൂൽ പോലും ആ സൈന്യത്തിന് സഹായിക്കുന്നവരാരുണ്ടെങ്കിലും സ്വർഗമുണ്ടെന്ന് പ്രഖ്യാപിച്ച യുദ്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ അന്ന് ചെയ്ത സദഖയുടെ പേരിൽ ഇനി ഒരിക്കലും ഉസ്മാന് ഒരു ദോഷവുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റസൂൽ. അത്ര പ്രഖ്യാപിച്ച ജയ്സുൽ ഉസ്റ എന്ന പേര് വെക്കപ്പെട്ട തബൂക്ക്, ആ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന കാര്യം നബി തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് വിരലുകൊണ്ട് മാത്രം എണ്ണി ഒതുക്കാവുന്ന 12 ആളുകൾ മാത്രം അഭിപ്രായപ്പെട്ടു, നബിയേ ഈ യുദ്ധം സമയം അല്പം ഇടുങ്ങിയ സമയമാണ്, ഉഷ്ണസമയമാണ്, തങ്ങൾ ഈ സമയം ഒന്ന് മാറ്റിയാൽ തെറ്റില്ല എന്നൊരു അഭിപ്രായ പ്രകടനം. ഇത് സ്വഹാബാക്കളിൽ നിന്നുണ്ടായി എന്ന് കൊന്നപ്പോഴേക്കും പശ്ചാത്തലത്തിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും ഇലൽ അർള് അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ
فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا وأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ഒരു പേരോളം വരുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചത് തൗബ സൂറത്തിലുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു തആല സ്വഹാബാക്കളെ ശകാരിച്ചു. എന്താണ് സത്യവിശ്വാസികളെ, നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ആഹ്വാനം നൽകുമ്പോൾ ഈ ഭൂമിയിൽ ഇനിയും വസിക്കണമെന്ന് തിടുക്കവും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് നിങ്ങൾ മോഹിച്ചുകൊണ്ട് വിസമ്മതം പറയുന്നുവോ, എതിർപ്പ് പ്രകടിപ്പിക്കുന്നുവോ, സാരംഗം നടക്കുന്നതായ ആ ആയത്തിന്റെ ശൈലി, ആ സമയത്തെക്കുറിച്ച് അല്ലാഹു തആല അവതരിപ്പിച്ച കൂട്ടം ഒരൽപ്പം ഗൗരവത്തിലാണ്. ഇല്ല തൻസുറു അസിബുക്കും അദാബൻ അലീമ. 12 ആളുകൾ മാത്രം ഒരു ചെറിയ അഭിപ്രായം, സമയം മാറ്റിവെക്കാൻ യുദ്ധം ചെയ്യില്ലെന്നല്ല, സമയം മാറ്റിവെക്കാൻ ഒരു ചെറിയ അഭിപ്രായം 12 ആളുകൾ മാത്രം പറഞ്ഞപ്പോ അല്ലാഹു തആലാക്ക് ആ സന്ദർഭത്തിൽ ഒരു 12 പേര് പറഞ്ഞാൽ ഇനി ഒരു 100 പേര് അത് ഏറ്റുപിടിക്കും, അങ്ങനെ യുദ്ധം മുടങ്ങിപ്പോകും. അതാണ് അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ താക്കീദിന്റെ സ്വരം ഇത്ര കടുത്തു പോകുന്നത്. അള്ള പറഞ്ഞു, ഇല്ല തംഫിറൂ യുഅസിബുക്കും അദാബൻ അലീമാ. നിങ്ങൾ ഈ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ കൊടുകൊടുമയായി ശിക്ഷിക്കും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നിങ്ങളല്ലാത്ത മറ്റു ജനതയെ അല്ലാഹു തആല ഇവിടെ പകരം കൊണ്ടുവരും, നിങ്ങളെ അവന് ശേഷം നശിപ്പിക്കും. അല്ലാഹുവിന് നിങ്ങൾ പുല്ല് വിലയേ ഉള്ളൂ. സ്വഹാബാക്കളോടാണ് അല്ലാഹു പറയുന്നത്. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വലാ തദറൂഹു ശൈആ. നബിയെ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അല്ലാഹു തആലാക്ക് എന്തും ചെയ്യാൻ കഴിവുണ്ട്, അവൻ അത് ചെയ്യുകയും ചെയ്യും. തൊട്ടല്ല പറയുന്നു, ഇല്ലാ തൻസുറൂ. നിങ്ങൾ അല്ലാഹുവിനെ ഈ യുദ്ധത്തിന് കൂടെ പോയി കൊടുത്തുകൊണ്ട് വിസമ്മതം കൂടാതെ കൂടെ പോയിക്കൊണ്ട് നബിയെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ. നിങ്ങളുടെ സഹായത്തിന്റെ അണുവംശം അല്ലാഹുവിന് ആവശ്യമില്ല. അവന്റെ പ്രവാചകരെ രക്ഷപ്പെടുത്താൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഒത്താശ ഇവിടെ ആവശ്യമില്ല. നിങ്ങളുടെ യുദ്ധത്തിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. കാരണം ആ നബിയെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിൽ? ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ഥാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ആ നബിയെ മക്കയിലുള്ള അവിശ്വാസികളായ തന്റെ കൂട്ടുകുടുംബങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ, അബൂലഹബ് തുടങ്ങിയിട്ടുള്ള ശത്രുക്കൾ ആ നബിയെ ആട്ടി പുറത്താക്കിയല്ലോ, മക്കയിൽ നിന്ന് പുറത്തു വായിച്ചല്ലോ. ആ പുറത്തു വായിച്ച ഘട്ടത്തിൽ അല്ലാഹു തആല സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അശറഫുൽ ഖൽഖ് തങ്ങളെ സഹായിച്ച എത്രയെത്ര സന്ദർഭങ്ങൾ ഖുർആനിലുണ്ട്. സ്വഹാബാക്കൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന എത്രയെത്ര സന്ദർഭങ്ങളുണ്ട്. وبلغت القلوب العناجر وتظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. അന്നത്തെ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ശത്രുപക്ഷക്കാർ ഏതോ കുമാർഗത്തിലൂടെ ഇടിച്ചു കയറിയിട്ട് സ്വഹാബാക്കളുടെ ആ സംഘത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ സ്വഹാബാക്കൾ ആകമാനം പരിഭ്രമിച്ചു പോയെന്നും ആകമാനം ബേജാറായി പോയെന്നും അവർ ഭൂകമ്പം കൊള്ളുന്നത് പോലെ കമ്പനം കൊണ്ടുവന്നും ഖുർആൻ വിവരിച്ച ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറയുന്നത്, വബലഗത്തിൽ ഖുലൂബുൽ അനാജിറ. നിങ്ങളുടെ ഹാർട്ടുകൾ ഉയർന്നു കയറിയിട്ട് കൊണ്ടക്കുഴികൾ കെട്ടിപ്പോയില്ലേ, അത്ര ഭയം നിങ്ങൾക്ക് വന്നില്ലേ എന്ന് പറഞ്ഞ ഹന്തത്ത് യുദ്ധണ്ട്. അവിടെ അല്ലാഹു സഹായിച്ചത് ഒരു ചെറിയ കാറ്റയച്ചിട്ടാ. ആ കാറ്റേറ്റ സഹായം അല്ലാഹുവിന് പറയാം. അങ്ങനെ അനേകം സഹായങ്ങൾ ഖുർആനിൽ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ലഭിക്കു ചെയ്തതുണ്ട്. പക്ഷേ അല്ലാഹു ഇവിടെ പറയുന്നത് അതല്ല. ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ഥാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ആ നബിയോടുകൂടെ
തന്റെ സ്വാഹിബായ സിദ്ദീഖ് എന്ന ഒരാൾ കൂടിയല്ലാതെ മറ്റൊരാളുമില്ലാത്ത ആ സമയത്ത് എന്റെ ഹബീബായ നബിയെ അല്ലാഹു തആല സഹായിച്ചിട്ടുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാർ, ഒരു പൊത്തിൽ അവർ പോയിട്ട് 3 രാത്രികൾ താമസിച്ചില്ലയോ. കിടുകിടേ സിദ്ദീഖുൽ അക്ബർ വിറച്ചിട്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ വളരെ പ്രയാസപ്പെട്ട സന്ദർഭം. ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ, വിഷമിക്കണ്ട സിദ്ദീഖ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ബദർ രണാങ്കണത്തിന്റെ സന്ദർഭത്തിൽ ഒരു പന്തലിൽ ഇരുന്നിട്ട് നബി തങ്ങൾ വ്യാകുലപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് കയ്യുയർത്തി ദുആ ഇറക്കുമ്പോ നബിയുടെ ദുആയുടെ ശക്തി കൊണ്ട്, നബിയുടെ പ്രാർത്ഥനയുടെ ഊക്കുകൊണ്ട് അവിടത്തെ കരങ്ങൾ ഉയർന്നിട്ട് കക്ഷം പോലും വെളിപ്പെടുമാറുയർന്നിട്ട് പടച്ചവനെ നിന്റെ സഹായം താ, നിന്റെ സഹായം താ, നീ വാഗ്ദാനം ചെയ്ത സഹായം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ തൽക്കാലം തങ്ങളൊന്ന് നിർത്തി. എന്തിന് തങ്ങൾ ഇങ്ങനെ ദുആ ഇറക്കുന്നു? തങ്ങളെ അയച്ചത് അല്ലാഹുവല്ലേ, അല്ലാഹുവിന്റെ ദീനിനല്ലേ തങ്ങൾ യുദ്ധം ചെയ്യുന്നത്. തങ്ങൾ ഇത്ര പ്രയാസപ്പെടണോ? തങ്ങളെ അയച്ച അല്ലാഹുവിനറിയില്ലേ തങ്ങളെ സഹായിക്കാൻ. അതുകൊണ്ട് തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുആ ഇറക്കല്ല എന്ന് ബദർ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പോലും നബിയോട് പറഞ്ഞു, നബിയേ, കണ്ണൊഴുക്കിയിട്ട് സിദ്ദീഖ് അവരുടെ കാലിനടിയിലേക്ക് അവർ നോക്കിയാൽ നട്ടനെ നിൽക്കുന്ന ശത്രുക്കൾ, നമ്മെ പരതുന്ന ശത്രുക്കൾ അവരുടെ സ്വന്തം പാദങ്ങളിലേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയേ എന്ന് നബിയുടെ കാതിൽ അടക്കം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ വിഷമിക്കേണ്ട സിദ്ദീഖ്, അല്ലാഹുവില്ലേ നമ്മുടെ കൂടെ എന്ന് അല്ലാഹു തആല ഉദ്ധരിച്ച ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് സമാധാനിപ്പിക്കേണ്ടി വന്നു. അത്ര ബേജാറിലും പരിഭ്രാന്തിയിലും വിഷമത്തിലും സിദ്ദീഖ് എന്നവരും നബിയും 3 രാത്രികൾ താമസിച്ചിട്ടുണ്ട്. വാറുസൗറിൽ പുരിയാപ്പള പോയ പോക്കാണെങ്കിൽ എന്തിനീ താമസം, എന്തിനീ വിഷമം? ഈ വിഷമം മുഴുവൻ അല്ലാഹുവിന്റെ റസൂല് പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് ഇമാം റാസി പരിശോധിക്ക്, റാസിയുടെ ഗ്രന്ഥം എല്ലാ തഫ്സീറും പരിശോധിക്ക്. അവിശ്വാസികൾ പുറപ്പെടുവിച്ചു എന്നിവിടെ പറയുന്നത് അവിശ്വാസികളുടെ മർദ്ദനങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നബി തങ്ങൾ മക്കയിൽ നിന്ന് പുറത്തു പോകാൻ ഗത്യന്തരമില്ലാത്ത അവസ്ഥ വന്നു. അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധനായി. അങ്ങനെ പുറപ്പെടേണ്ടി വന്നതന്നെ അവരെന്നാ പുറപ്പെടുവിച്ചത് എന്നാണ് എല്ലാവരും എഴുതിയത്. അവര് പുറപ്പെടുവിച്ച ഇത് ആട്ടിപ്പുറത്താക്കപ്പെട്ടു എന്ന് നബിയെക്കുറിച്ച് പറഞ്ഞാൽ നബിക്ക് വലിപ്പമല്ലേ കൂട്ടരെ? അല്ലാഹുവിന്റെ റസൂലിന് അത് വലിപ്പമല്ലേ? ആട്ടിപ്പുറത്താക്കിയവർക്കല്ലേ മോശം? ആട്ടിപ്പുറത്താക്കിയവരല്ലേ തെമ്മാടികൾ? അവരോടെന്താണ് ഇവർക്ക് ഇത്ര പ്രതിപത്തി? ആട്ടി ഓടിക്കപ്പെട്ട മക്ക എന്ന് പറയുമ്പോൾ ആട്ടി ഓടിച്ച മക്കയിലെ മുശ്രിക്കുകൾക്കാണല്ലോ ആക്ഷേപം. ആട്ടി ഓടിച്ചവരവരല്ലേ? അല്ലാഹു മാത്രമാണ് ഇലാഹെന്ന് പറയാൻ, ലാത്തയും മുദ്ദയും ദൈവമല്ലെന്ന് പറയാൻ, നിങ്ങളെ പടച്ചു വളർത്തി അന്നം നിന്ന് വളർത്തി വായു സംഭരിച്ചുകൊണ്ട് വളർത്തുന്ന അല്ലാഹുവാണ് രക്ഷിതാവെന്ന് പറയാൻ വന്ന ഒരു പ്രവാചകരെ, അതുവരെ അല്ലമീനെന്ന് വിളിച്ച് ആദരിച്ച ആ മഹാനരെ ഇസത്യം പറഞ്ഞതിനു വേണ്ടി മാത്രം ഗത്യന്തരമില്ലാതെ ആട്ടിയോടിക്കുകയും വധിക്കുവാൻ തീരുമാനിക്കുകയും വീട് വളയുകയും ചെയ്ത തരത്തിൽ റസൂലുള്ളാഹിനെ ആട്ടിയോടിച്ച കപടന്മാരും മോശപ്പെട്ടവരും ദുഷിച്ചവരുമായ മക്കയെ മുശ്രിക്കുകളാണ് ആട്ടിയോടിച്ചതിലെ കുറ്റക്കാർ. അവരാണ് ആട്ടിയോടിച്ചവർ. അവരോടാണോ പ്രതിപത്തി വേണ്ടത്? അതിനിരയായ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന് ഗളച്ഛേദം വരുത്തിയിട്ട് അവിടത്തെ തല ഒരു വലിയ തലകയിൽ വെച്ചിട്ട് ശത്രുക്കൾ കൊണ്ട് നടന്നിട്ടുണ്ട് യഹ്യാ നബി അലൈഹിസ്സലാം. അവരുടെ ചെയ്തിയെ ഖുർആൻ പറഞ്ഞത് ഈ നബിയെ വധിച്ചു അവർ എന്നാണ്. വധിക്കപ്പെട്ടു എന്ന് നബിക്ക് വരുന്നത് സ്ഥാനമാണ്. അട്ടിപ്പുറത്താക്കപ്പെട്ടു എന്ന് നബിക്ക് വരുന്നത് സ്ഥാനമാണ്. അട്ടിപ്പുറത്താക്കി എന്ന് പറയുന്ന ആ സംഗതിയാണ് മോശം. അത് മക്കയിലെ മുശ്രിക്കുകൾക്കാ വരുന്നത്. ഈ മോശം മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വരുന്നത് റസൂലുള്ളാഹിയെ ഞാൻ പറഞ്ഞു എന്നും റസൂലുള്ളാഹിയെ ശകാരിച്ചു എന്നും പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം നൊമ്പരപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം എന്റെ മനസ്സിൽ വല്ലാത്തൊരനുഭൂതിയുണ്ട്. അത് മാത്രമേ ആഖിറത്തിലേക്കുള്ള ഒരു കൈമുതലായി ഞാൻ വകവെക്കുന്നുള്ളൂ. അതെന്റെ മനസ്സിലുള്ളത് ഇവിടെ തന്നെയാ തുറന്നു പറയേണ്ടത് ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് ഞാൻ പുറത്തു പറയാം. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിന് തോന്നുന്ന ആ സന്തോഷം, ആദരവ്
അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ ഘട്ടങ്ങളായ മക്കൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താനങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി അവരുടെ കയ്യിൽ പിടിച്ചാൽ ആ കൈ പിടിച്ച് മുത്തിമടക്കുന്നതിന്റെ ആവേശം മാത്രമേ എന്റെ ഹൃദയത്തിൽ ആദരത്തിലേക്ക് ഞാൻ കരുതി വെക്കുന്ന ഒന്നുള്ളൂ. ആ അത്തരത്തിൽ റസൂലുള്ളാഹിനെയും റസൂലുള്ളാഹിന്റെ മക്കളെയും ഹസൻ ഹുസൈൻ എന്നിവരുടെ മക്കളെയും അവിടെ നിന്ന് കേൾക്കുന്ന തങ്ങൾ എന്ന് പറയപ്പെടുന്ന ആരെയും ആദരവ് തോന്നുന്ന ഹൃദയം എനിക്ക് അല്ലാഹു തആല നൽകിയത് മാത്രം. അവരുടെ മുഖേന വലം കയ്യിൽ കിതാബ് കിട്ടുമെന്നും ഞാൻ ആദരിക്കുന്ന എന്റെ തങ്ങന്മാർ എന്റെ കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് അവർ പോകുന്നെങ്കിൽ എന്നെ കൊണ്ടുപോകും എന്ന് മാത്രമേ എനിക്കൊരു പ്രതീക്ഷ ആഖിറത്തിലേക്ക് എന്റെ മനസ്സിലുള്ളൂ. ബാക്കിയെല്ലാം എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല. നമസ്കരിക്കാൻ ക്ഷമയുമില്ല. ഇബാദത്ത് ചെയ്യാൻ സാധാരണ മുസ്ലിംമാർക്കുള്ളതുപോലെ ഞാൻ വളരെ വലിയ മടിയനാണ്. എന്നെ പരിചയമുള്ള എന്റെ സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും അറിയാം ഇബാദത്തുകൾ ലവലേശവും ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു മനുഷ്യൻ. അതിനൊട്ട് ഒഴിവുമില്ല. അതിന്റെ പുറമെ രോഗോ അതിലേറെ കൂറ്റൻ മടിയും. ഈ തരത്തിലുള്ള എനിക്ക് ആകെ ഒരു കൈമുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളോടും റസൂലിനോടുമുള്ള തിരിച്ചും. സാക്ഷാൽ മൗദൂദി സാഹിബിനെ വരെ ഞാൻ വ്യക്തിപരമായി ഒന്നും പറയില്ലെന്ന് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ആളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പരമ്പര വായിച്ചു പഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ഇത് ഞാൻ ഏതാണ്ട് 15 വർഷം മുൻപ് മുതാലാത്ത് ചെയ്ത ഒരു ചെറിയ കിതാബിൽ, അത് വഹാബി കിതാബല്ല, സാക്ഷാൽ ബർദഞ്ചി മൗലൂദിന്റെ ഹാഷിയയാണ്. ആ ഹാഷിയയിൽ കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ ആളിൽപ്പെട്ടവർ മുബ്തദിഉകളാണെങ്കിലും ഫാസിഖുകളാണെങ്കിലും ദുർനടപ്പുകാരാണെങ്കിലും മൂമിനാണോ നബിയുടെ കുടുംബമാണ്. അങ്ങനെ കുടുംബമായി ഏത് നബിയുടെ പരമ്പരയിൽപ്പെട്ടവരും അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവരുടെ അവസാനത്തെ നില ഹുസ്നുൽ ഖാത്തിമ, നല്ല നിലക്ക് അവർ ഈമാൻ സലാമത്തായി മരിക്കും. അതുവരെ എങ്ങനെ നടന്നാലും എന്ന് അഷ്റഫുൽ ഖൽഖിന്റെ ഫദ്ല് കൊണ്ട് അവിടുത്തെ സന്താനങ്ങൾ ഹുസ്നുൽ ഖാത്തിമത്തിലൂടെ മരിക്കും എന്ന് വളരെ വ്യക്തമായി എന്റെ കണ്ണുകൊണ്ട് ഒരു 15 വർഷം മുൻപ് ഞാൻ മുതാലഅത്ത് ചെയ്ത ബർദഞ്ചി മൗലൂദിന്റെ ഹാഷിയയിൽ ഞാൻ കണ്ടതാണ്. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മൗദൂദി സാഹിബിനെയും വ്യക്തിപരമായി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതുകൊണ്ട് ഞാൻ ആക്ഷേപിക്കുന്നില്ല എന്ന് ഈ ഗ്രന്ഥത്തിൽ എഴുതിയത്. ഈ ഗ്രന്ഥത്തിൽ അതാ എഴുതിയത്. അങ്ങനത്തെ റസൂലുള്ളാഹിനെ ഞാൻ ആട്ടി ഓടിച്ചവെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനൊന്ന് പറഞ്ഞതോ ആട്ടി ഓടിക്കപ്പെട്ടവെന്ന് പറയുന്നത് പിശാചല്ലടോ. ഒരൽപ്പം കിടച്ചുപോയി കുട്ടി, നിങ്ങൾക്കൊരൽപ്പം കിടച്ചുപോയി. പിശാചിന്റെ പേര് റജീം എന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കപ്പെട്ടവൻ എന്ന് തന്നെ വേണം അതിനർത്ഥം പഠിക്കാൻ. അത് നിങ്ങളുടെ ഉസ്താദുമാര് പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഞങ്ങളുടെ ഏതെങ്കിലും മുസ്ലിയാരുടെ അടുത്തൊരൽപ്പം ഓതൂ. റജീം അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കപ്പെട്ടവനും മാറ്റി ഓടിക്കപ്പെട്ടവനും എന്ന് കൂട്ടണം. അപ്പോഴാണ് പിശാച് നാടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ല പ്രശ്നം. നാടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കലല്ല, റസൂലിന്റെ മഹത്വം പറയലാണ്. അത് റസൂല് പഠിപ്പിച്ചതുമാണ്. ഞാനതും പറഞ്ഞിട്ടില്ല. ആട്ടി ഓടിക്കപ്പെട്ട മക്കയിലേക്ക് തങ്ങളെ ആട്ടി ഓടിക്കപ്പെട്ട മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അത് ഇന്നന്റെ ആ ജുംലയുടെയും ആശയം വിവരിക്കാൻ പാട്ടാണ്. ഇരിക്കട്ടെ, എന്നെ അതിന്റെ പേരിൽ 1 മണിക്കൂർ വഴല് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയവനെന്ന് പറഞ്ഞ ആ കരങ്ങൾ, ആ വായകൾ ഏതൊരാശയത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ അതേ ആശയത്തെ നിലനിർത്തുന്ന പത്രമാണ് ഈ പത്രം റിസാല. ഇതൊക്കെ റിസാല. അതും റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് മാത്രം എഴുതാൻ 1994 ആഗസ്റ്റ് 19 ഇറങ്ങിയ റസൂലുള്ളാഹിനെ കുറിച്ച് മാത്രം എഴുതിയ നബിദിന സ്പെഷ്യൽ, റിസാലയുടെ നബിദിന സ്പെഷ്യൽ 1994 ആഗസ്റ്റ് 19 പുറത്തിറങ്ങിയ നബിദിന സ്പെഷ്യൽ. ആ നബിദിന സ്പെഷ്യലിൽ ഒരു ലേഖനമുണ്ട്. ഹുസൈൻ കാമിൽ സഖാഫി ചുള്ളിക്കോൾ, പ്രവാചക ജീവിതത്തിലെ യുദ്ധവും ശാന്തിയും എന്ന തലക്കെട്ടിലുള്ള ഒരു ലേഖനം. പ്രവാചക ജീവിതത്തിലെ യുദ്ധവും ശാന്തിയും. സാക്ഷാൽ AP വിഭാഗത്തിന്റെ ദിഫ, ആ ദിഫ റിസാല എന്ന
ഈ പത്രത്തിൽ നബിദിന സ്പെഷ്യലിൽ നബിയെക്കുറിച്ച് പഠിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഇറത്തിറക്കിയ ഈ ലക്കത്തിൽ അദ്ദേഹത്തിന്റെ ഈ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ഈ വാക്യം നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിന്റെ ചരിത്രം വിവരിച്ചതാ യുദ്ധസംബന്ധമായ ചരിത്രം. മക്ക വിജയം എന്ന പേരിൽ മക്ക ഫതഹിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ മക്ക വിജയത്തെക്കുറിച്ച് എഴുതിയിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വിലയിരുത്തിയത് നോക്കൂ. മാതൃഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവന്റെ തിരിച്ചുവരവ്. മാതൃഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവന്റെ തിരിച്ചുവരവ്. റിസാല 1994 ആഗസ്റ്റ് 19 ഉള്ള റിസാലയുടെ 22 പേജിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലേഖനം, അബ്ദുള്ള വടകരയുടെ ലേഖനം, താഹിർ സഖാഫിയുടെ ലേഖനം, അലി ഇസ്സത്ത് ബഗോവിച്ചിന്റെ ലേഖനം, ഇങ്ങനെ പല നേതാക്കളുടെയും ലേഖനമുണ്ട്. ഇവരെ നമ്മുടെ പ്രതിനിധികളുമായി സംസാരിക്കാൻ വന്ന ഇബ്രാഹിം കുമ്മോളി സഖാഫി എന്ന് പറഞ്ഞ അക്കുട്ടിയുടെ ലേഖനവും ഉണ്ട്. വേണമെങ്കിൽ അക്കുട്ടിയുടെ ലേഖനമുള്ളതുകൊണ്ട് ഇത് കുറ്റ്യാടിയിൽ ഉണ്ടാകും എന്നുറപ്പ്. കുറ്റ്യാടിയിലെ ഉസ്താദാണല്ലോ അക്കുട്ടി. അക്കുട്ടിയുടെ ലേഖനവുമുള്ളതായ ഈ ലേഖനത്തിൽ ഇതേ ലക്കത്തിൽ കാണാ മാതൃഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവന്റെ തിരിച്ചുവരവ്. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആട്ടിയോടിക്കപ്പെട്ടവൻ എന്നെഴുതിയിട്ടില്ല. ആട്ടിയോടിക്കപ്പെട്ടവൻ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആട്ടിയോടിക്കപ്പെട്ടത് കുറിച്ചാലെങ്കിലും ആട്ടിയോടിക്കപ്പെട്ടവർ എന്ന് കുറിക്കലാണ് മലയാളത്തിലെ ആദരവ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവൻ, ഇവൻ എന്നൊക്കെ പറയുന്നതും അദ്ദേഹം എന്ന് പറയുന്നതുമൊക്കെ എത്ര മോശമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവൻ എന്ന് പറയും. ഇന്ന് സാധാരണ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അവൻ, നീ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി പോലും മുഖം തുറിച്ചു നോക്കും. അത്രയും മോശപ്പെട്ട സംബോധന ശൈലിയാണ് നീ. അതേ രീതിയിലുള്ള ഒരു ശൈലിയാണ് അവൻ, ഇവൻ എന്നൊക്കെ പറയുന്നത്. റസൂലുള്ളാഹിനെ കുറിച്ച് ഇതിൽ എഴുതിയതോ മാതൃഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവന്റെ തിരിച്ചുവരവ്. ആട്ടിയോടിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് ഇതിൽ വളരെ വിശദമായി മക്കാ വിജയത്തിൽ എഴുതിയല്ലോ. അവൻ എന്നെഴുതിയത് കടുത്ത മര്യാദക്കേടു തന്നെയാണ്. അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് അങ്ങനെ പറയരുത്. ഇത് ഉസ്താദുമാരിൽ നിന്ന് അങ്ങനെ കിട്ടുള്ളൂ. സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ തന്നെ എഴുതിയ സീജ് മുഅജമാഅത്ത് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഷറഫുൽ മുഹദ്ദബിൽ നിന്നുള്ള ഒരു വാക്യം തന്നെ അടർത്തിയെടുത്തത് ഈ ബുൽബുലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിരിക്കട്ടെ, ആ സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാരുടെ പുസ്തകത്തിലുണ്ട് ആത്തിഖ റളിയല്ലാഹു അൻഹയെ ഉടനീളം അവൾ അവൾ അവൾ. ആരാ ആത്തിഖ? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച് നബിന്റെ കൂടെ കഴിഞ്ഞ നബിന്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് സമ്മേളിച്ച ഒരു സ്വഹാബി വനിത, സാക്ഷാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മണവാട്ടിയായ ആത്തിഖ റളിയല്ലാഹു അൻഹാ. ഈ ആത്തിഖ റളിയല്ലാഹു അൻഹാ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വെറുപ്പാണെന്നറിഞ്ഞിട്ടും അവരുടെ ഉമർ എന്ന ഭർത്താവിന്റെ പിന്നിൽ നിസ്കരിക്കാനുള്ള മോഹം കൊണ്ട് സുബ്ഹിക്കും ഇശായിനും ഉമർ എന്നവരുടെ കൂടെ പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മൾ സുന്നികളെ തന്നെയാ, ശരിയായ സുന്നികളെ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാട്ടപ്പിരിവ്. അല്ലാത്ത ഒരു വിഭാഗത്തിന്റെ ഇത് പാടുന്നത് കാണുക. ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു തങ്ങളവர்களுം അള്ളാന്റെ റസൂൽ ഒരു മുണ്ടും പിടിച്ചിട്ട് എല്ലാ പെണ്ണുങ്ങൾക്കൊന്നും തിരിവ് മേടിച്ചിരുന്നു, ഇട്ടോളി എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ അതേ മാതൃക ഉൾക്കൊണ്ട് ഇന്നും ഉണ്ടാകും സുന്നികളുടെ പരിപാടിക്ക് ഈ പാട്ടപ്പിരിവ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാവരും ഈ പാട്ടപ്പിരിവുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ അതിലിട്ട് കൊടുക്കണം. എന്തെങ്കിലും വർക്കത്തിന് വിടുന്നു മനസ്സിലാവും, എന്തെങ്കിലും ഇട്ടുകൊടുക്കണോ, എല്ലാവരും സഹായിക്കണം. നമ്മുടെ ഇവിടുത്തെ സഹോദരങ്ങൾ പാവങ്ങളാണ്, വളരെ പാവങ്ങൾ. ചെറുപ്പക്കാരായ കുറച്ച് ആളുകളുണ്ട് നമുക്ക്. അവർ കുഴങ്ങിപ്പോയിട്ടുണ്ട് ഇവരുടെ വെല്ലുവിളി കൊണ്ട്, സാമ്പത്തികമായി, മറ്റൊന്നുകൊണ്ടുമല്ല, സാമ്പത്തികമായി. അതുകൊണ്ട് ഈ പരിപാടി നടത്താനും ഇതിന്റെ മുൻപ് നടത്തിയതിനൊക്കെ വളരെയധികം കടം അവർക്ക് കുടുങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാവരും കൈയഴിഞ്ഞ് സഹായിക്കണം. അവർ ബന്ധപ്പെടുമ്പോൾ ആരും നിരാശരാക്കി നടക്കരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് ഉമർ എന്നവരുടെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള മോഹം കൊണ്ട് ആത്തിഖ റളിയല്ലാഹു അൻഹാ നേരെ പോകും ഇശാക്കും സുബ്ഹിക്കും ഉമർ എന്നവരുടെ പള്ളിയിലേക്ക്.
ഉമറന്നവർ പറഞ്ഞു, പെണ്ണെ എനിക്കത് ഇഷ്ടമല്ലാന്ന് എനിക്കറിഞ്ഞൂടെ? അറിയാം. അതിനെ നിങ്ങൾക്ക് പോരണ്ടാന്ന് പറഞ്ഞൂടെ? പോരണ്ടാന്നങ്ങ് വിലക്കൂടെ? എന്തുകൊണ്ട് വിലക്കൂല? എന്നാ കുശുമ്പു അറിയുന്ന എന്നാ പിന്നെ പോണ്ട എന്ന നിലയിൽ തന്നെ ഉമറുൽ ഫാറൂഖ് എന്നൊരു വിലക്കൂല്ല. അത് ആർക്കൊക്കെറിയാം. അള്ളാഹുവിന്റെ അടിയാറ്റികൾ അവർ പള്ളിയിലേക്ക് വരേണ്ടവരല്ല. പള്ളിയിലേക്ക് വരേണ്ടവരല്ലെങ്കിലും അവർ പള്ളിയിലേക്ക് സമ്മതം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. സമ്മതം ചോദിച്ചാൽ എന്ന് പറയുന്നിടത്തും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇദസ്തഅ്ദനൂകും. സഹീഹ് മുസ്ലിമിന്റെ ഒരു റിവായത്ത്, ഇദസ്തഅ്ദനൂകും. ഇസ്തഅ്ദന അവനൊരു പുരുഷൻ സമ്മതം ചോദിച്ചു. ഇസ്തഅ്ദന അവർ രണ്ട് പുരുഷന്മാർ സമ്മതം ചോദിച്ചു. ഇസ്തഅ്ദനൂ അവന്മാർ സമ്മതം ചോദിച്ചു. പെണ്ണുങ്ങൾ സമ്മതം ചോദിക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദസ്തഅ്ദനൂകും. ആണുങ്ങൾ പോകേണ്ട പള്ളിയിലേക്ക് ആണുങ്ങളെ പോകാൻ വേണ്ടിയിട്ട് അവർ പോകുന്നത് പോലെ പോകാൻ തുനിയുന്ന പെണ്ണുങ്ങൾ അവന്മാർ എന്ന് പറയേണ്ടവരാണ്. അവന്മാരാകാൻ വേണ്ടി ഒരു കൂട്ടം പെണ്ണുങ്ങൾ തുനിഞ്ഞാൽ അവരെ നിങ്ങൾ തടയേണ്ടാന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ തടയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് തടയാമെന്ന ഒരു സ്വഹാബിക്ക് വളരെ പ്രയാസമാണ്. ഇതെനിക്കിഷ്ടല്ല എന്ന് പറഞ്ഞിട്ടും പോകുന്നു നിൽക്കുമ്പോ എന്താ തടയാത്ത്? ആയിരിക്കാം. നിങ്ങൾക്കറിയാലോ റസൂലുള്ളാഹിന്റെ ഹദീസ്, എന്നാ ഞാൻ പോരൂന്ന് ആയിരിക്കാം. ഇത് ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള മോഹം. അത് ഇശാക്കും സുബഹിക്കും ആകെ മൂടിക്കുതച്ച് വളരെ ലോലമായി അവർ പോകും. പക്ഷെ ഈ പോയതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോ ഹിജാബിന്റെ ആയത്തിന്റെ ശേഷം പെണ്ണ് പള്ളിയിൽ പോയിട്ടില്ലോ എന്നാണല്ലോ ഇവര്. റസൂലുള്ളാഹി വഫാത്തായി ഉമറന്നവരുടെ ഭരണകാലത്താണ് ഈ പോകുന്നതും. ഉമറന്നവരുടെ ഭരണകാലത്ത് പോയി ഉമറന്നവർക്ക് കുത്തേൽക്കുമ്പോ ഈ ഭാര്യ പള്ളിയിലുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ഈ ഭാര്യ പള്ളിയിൽ പോയിരുന്നത് ഹിജാബിന്റെ ആയത്തിന്റെ ശേഷമാണ് എന്ന് വളരെ വ്യക്തമാണ്. ചരിത്രത്തിൽ മായം കെടുത്തേണ്ട ആവശ്യം യാതൊരാവശ്യവും സുന്നികൾക്കില്ല. സുന്നികൾക്ക് അങ്ങനെയുള്ള മോശപ്പെട്ട വാദങ്ങൾ ഉണ്ടാക്കി തീർത്തതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാകാം നേരത്തെ സുന്നികളെ. അതുകൊണ്ടല്ല ദിവസങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത്. ഇടവണ്ണപ്പാറത വാഴക്കാട് കണ്ണന പ്രസംഗം വാദപ്പതിവാദം എത്ര ദിവസ? 8 ചാല് 9 ചാല് അല്ലെ? 8 ചാല് അവര് കീറ, 8 ചാല് നമ്മളും കീറ. ഇത്രയൊക്കെ പറയാൻ മുബത്തലികൾക്ക് സാധിക്കുമോ? മറ്റു പുത്തൻവാദികൾക്ക് സാധിക്കുമോ? സുന്നിയായി നിന്നാലും പറഞ്ഞാലും 1/2 ഇഞ്ച് സാധിക്കില്ല. നിങ്ങൾക്ക് ആ ജോലി പറ്റില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചോ സംസ്ഥാനക്കാരെ, ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളോട് 8 തവണ മുജാഹിദീങ്ങളിൽപ്പെട്ട ചെറിയ കുട്ടികൾ വാഴക്കാടും അതുപോലെയും വീണ്ടും വീണ്ടും പ്രസംഗിക്കാൻ പറ്റുന്നത് നിങ്ങളതുപോലെ കള്ളത്തരവും മായവും കിതാബിൽ വരുത്തി എന്നവർക്ക് പറയാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, വാഴക്കാട്ട ഖണ്ഡന പ്രസംഗത്തിൽ നിങ്ങളെ വെള്ളം കുടിപ്പിച്ചുവെന്നും നിങ്ങൾക്കെതിരെ ഉന്നയിച്ചുവെന്നൊക്കെ മുജാഹിദുകൾ അവകാശപ്പെടുന്നത് സംസ്ഥാനക്കാരുടെ പത്രത്തിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എഴുതിയത് ഉദ്ധരിച്ചുകൊണ്ടാണ്. അവർ പഠിച്ചത് ഉദ്ധരിച്ചുകൊണ്ടല്ല. ഞങ്ങൾ പറഞ്ഞത് ഉദ്ധരിച്ചിട്ട്, നുസ്രത്ത് ഉദ്ധരിച്ചിട്ടും ബുൽബുൽ ഉദ്ധരിച്ചിട്ടും അതങ്ങ് പറയുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാൻ വയ്യ. എന്താ പെണ്ണു പള്ളിയിലേക്ക് പോകൽ ഹറാം 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 ഇക്കാലത്ത്, പുത്ര പരിഭാഷപ്പെടുത്തൽ ഹറാം 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 ഒക്കെ ഇക്കാലത്ത് ഹറാം. പിന്നെന്നാ പരിഭാഷ പോകട്ടെ എന്ന് കരുതി ചില പള്ളിക്കലൊക്കെ കുടുങ്ങിയിട്ടൊരു നടപ്പുണ്ടാക്കി ഖുതുബന്റെ മുമ്പ് ഒരു പ്രസംഗം. സലഫിന്റെ കാലത്ത് നടപ്പുള്ളതല്ല, നല്ലതുമല്ല. അൽത്തഹുബ് അതുപോലെ സ്വലാത്തും ചൊല്ലിയിരിക്കുകയാണ് ആ സമയത്ത് വേണ്ടത്, ശരിയാണ്. പക്ഷെ അങ്ങനെ ഒന്ന് നടത്തിയാൽ അത് കറാഹത്ത് എന്ന് പറയാൻ പോലും ഇസ്ലാമിൽ തെളിവില്ല, നമ്മുടെ മദ്ഹബിൽ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഇക്കുട്ടി, ഈ മയ്യത്ത് നിസ്കാരം കറാഹത്തും ഹറാമും അറിയുന്ന കുട്ടിയില്ലേ, ആ കുട്ടി അതിനുണ്ട് ഒരു പുസ്തകം ഉണ്ടാക്കി. ആകെ ലോകത്തൊരു പുസ്തകമുള്ളതാണ് ഖുതുബന്റെ മുമ്പത്തെ പ്രസംഗത്തിൽ. ആ പുസ്തകത്തിലുണ്ട് ഖുതുബയുടെ മുമ്പ് പ്രസംഗിക്കൽ സാധാരണക്കാർക്ക് കറാഹത്ത്, പണ്ഡിതന്മാർക്ക് ഹറാം. വെറുതെയുള്ള സഹോദരങ്ങളെ, ആ പുസ്തകം എടുത്തു മറിച്ചോ. ഖുതുബയുടെ മുമ്പ് പ്രസംഗമുണ്ട്, ആ പ്രസംഗം സാധാരണക്കാർക്ക് കറാഹത്ത്, പണ്ഡിതന്മാർക്ക് ഹറാം. അപ്പൊ പള്ളി കമ്മിറ്റിയിൽ ആരെങ്കിലും കമ്മിറ്റിക്കാരങ്ങളൊക്കെ പറയുന്നത് കറാഹത്ത്, മൂലമാര് ഖത്തീബുമാര് മുദരിസുമാര് പ്രസംഗിക്കുന്നത് ഹറാം. ഹറാമല്ലാത്തതുകൊണ്ടില്ല. അതിൽ താണിട്ട് നിങ്ങൾക്കൊരു കളി അറിഞ്ഞൂട. ഹറാമിന് ചെറിയൊരു പദം വേറെ കിട്ടണ്ടേ? അതിന്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം, കറാഹത്തിന്റെ വലിപ്പം ഇൻഷാ അല്ലാഹ്. ഈ തരത്തിൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും ഫിഖ്ഹിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് പോയിട്ട് ചരിത്രങ്ങളിൽ മായം കെടുത്തിയിട്ട്
സാക്ഷാൽ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കോളേജിലെ ഏറ്റവും വലിയ വിജ്ഞാനപ്പെടൂ എന്നവർ വിശേഷിപ്പിച്ചിരുന്ന മുഫ്തിയായ സാക്ഷാൽ ഇസ്മായിൽ മുസ്ലിയാരുടെ പുസ്തകമുണ്ട്. ആ കട്ടിയുള്ള പുസ്തകത്തിലുണ്ട് ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ് എന്ന ഹദീസ് ഹിജാബിന്റെ ആയത്തിന്റെ ശേഷമാണെന്ന് തെളിയണം. അതില്ല, ഹിജാബിന്റെ ആയത്തുകൊണ്ട് മൻസൂഹാ. ഉമർ എന്നവർക്ക് അതറിഞ്ഞില്ല. ഉമർ എന്നവരുടെ ഭാര്യ ആറ്റിക പറയുന്നത് ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ് എന്ന ഹദീസ് കണ്ടുകൊണ്ടല്ലേ നിങ്ങൾ തടയാത്തത്? ഉമർ എന്നവർ ശരിയാ, തടയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസ് ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഉമർ എന്നവരുടെ ഒരു മകൻ ഞങ്ങൾ തടയും, അത്ര ഗൗരവമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഉമർ അദ്ദേഹത്തോട് വളരെ കാലം മിണ്ടിയില്ല എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഹദീസുകളിൽ കാണാം. റസൂലുള്ള തടയരുത് എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു എന്ന് പറയുമ്പോ അതുകൊണ്ട് പെണ്ണ് പള്ളിയിൽ പോകണമെന്നല്ല, പള്ളിയിലേക്ക് മദീനത്തെ പള്ളിയിലേക്ക് പോകുന്നതാണ് അഷ്റഫുൽ ഖൽഖ് നിരുത്സാഹപ്പെടുത്തിയത്. മദീനത്തെ പള്ളിയിലെ ഒരാളുടെ ഒരു റക്അത്ത് നമസ്കാരത്തിന് അന്യ പള്ളികളിലുള്ള 1000 റക്അത്തിന്റെ പുണ്യം, അന്യ പള്ളികളിൽ 1000 റക്അത്ത് നമസ്കരിച്ച പുണ്യം മദീനത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നമസ്കരിച്ചാൽ ആണിനും പെണ്ണിനുമുണ്ട്. പെണ്ണിനതില്ല എന്ന് പറഞ്ഞ ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരും ഉണ്ട് കിട്ടും. അത് വിസ്മരിച്ചിട്ടല്ല ഇത് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടെന്നാണ് ഹദീസിന്റെ വാഹിർ ഭാഷ്യം. ആ നിലയിൽ ആണിനും പെണ്ണിനും 1000 റക്അത്ത് നിസ്കരിച്ച പുണ്യം ഒരു റക്അത്തിന് കിട്ടുന്ന മദീനത്തെ പള്ളി, അഷ്റഫുൽ ഖൽഖിന്റെ കീഴിൽ നടക്കുന്ന ജമാഅത്ത്, ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന പെണ്ണുങ്ങൾ, അനുവാദം ചോദിക്കുന്ന പെണ്ണുങ്ങളെ ആ നബി പറഞ്ഞത് ഇരുത്തൂക്കും അവരവന്മാരാണ്. അവന്മാർ സമ്മതം ചോദിച്ചാൽ സമ്മതം കൊടുക്കണ്ട. എന്റെ ജമാഅത്തിൽ എന്റെ പള്ളിയിൽ ഒരു റക്അത്തിന് 1000 റക്അത്ത് പുണ്യമുള്ള ഈ നമസ്കാരത്തെക്കാൾ അവരുടെ സ്വന്തം വീടിന്റെ ഉള്ളറകളിൽ അവർ നമസ്കരിക്കുന്നതാണ് അവർക്ക് ആഖിറത്തിലേക്ക് പുണ്യത്തിന് ഏറ്റവും അഭികാമ്യവും നല്ലതുമെന്ന് ഖാല റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖിന്റെ ഈ ഹദീസ് പഠിച്ചിട്ടുള്ള ഈമാനുള്ള സത്യവിശ്വാസിയായ ഒരു പെണ്ണ് പുണ്യത്തിന് വേണ്ടി എന്തിന് പള്ളിയിൽ പോകണം? മദീനത്തെ പള്ളിയിൽ 1000 റക്അത്തിന്റെ പുണ്യത്തെ കവച്ചു വെക്കുന്ന പുണ്യം അവരുടെ വീടിന്റെ ഉള്ളിന്റെ അകത്തമയത്ത് അവർ നമസ്കരിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞ ഹദീസ് മോശമാണെന്ന് പറയാൻ, ദഈഫാണെന്ന് പറയാൻ നിങ്ങളോട് വഹാബിക്ക് പറ്റിയെന്ന് വരും. ഏറ്റുസുന്നികളെ, ഞങ്ങളോട് പറ്റില്ല, ഞങ്ങളത് തെളിയിക്കും. അതുകൊണ്ട് ആ ഹദീസ് വളരെ വ്യക്തമായി ഉച്ചരിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങളും വരച്ച വരയിൽ നിൽക്കണം, ഫുഖഹാവ് വരച്ച വരയിൽ നിൽക്കണം. നിങ്ങൾ കണ്ടം ചാടിയാൽ നിങ്ങളെ തോൽപ്പിക്കാൻ അവർക്കും പറ്റും. നിങ്ങളോട് ഖണ്ഡന പ്രസംഗം നടത്താൻ ദിവസങ്ങൾ അവർക്കും ചെലവഴിക്കാം. 8 പ്രാവശ്യം നിങ്ങൾ പറയുമ്പോ അത്ര മണിക്കൂറുകളിൽ 8 പ്രാവശ്യം അവർക്കും പറയാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ സമയത്ത് നിങ്ങളെക്കുറിച്ച് പറയാൻ അവരുടെ കയ്യിൽ വക നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ. ഞങ്ങൾ പറഞ്ഞാൽ അത് വരൂല. ഞാൻ ഈ കാര്യം നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി പറയാം. ഒരു മുജാഹിദ് പ്രസംഗിച്ചതിന് മറുപടിയായി ഞങ്ങളുടെ ആളുകളാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഒരു തവണ ഞങ്ങൾ പ്രസംഗിച്ചാൽ തൊട്ടടുത്ത തവണ ഖണ്ഡിച്ചുവെന്ന് വരും. അതിന്റെ തൊട്ട് ഞങ്ങൾ വീണ്ടും ഖണ്ഡിച്ചാൽ 2ാമത്തെ തവണ ഖണ്ഡിക്കാൻ ഒരു മുജാഹിദിന് പറ്റില്ല, സാധ്യമല്ല. ഞങ്ങൾ ആ വിഷയത്തിൽ പറയും. കാരണം ഞങ്ങൾ വരച്ച വരയിൽ നിന്നിട്ടുണ്ട്. ഫുഖഹാവും ഫിഖ്ഹും പറഞ്ഞതുപോലെ ഉദ്ധരിച്ചാൽ കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഹിജാബിന്റെ ആയത്തിന്റെ ശേഷം പെണ്ണ് പള്ളിയിൽ പോകല് വിലക്കപ്പെട്ടിട്ടുണ്ട്. ഹിജാബിന്റെ ആയത്തും കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ വഫാത്തും കഴിഞ്ഞ് അല്ലാഹ് ഹിജാബിന്റെ ആയത്ത് അതൊക്കെ പോകട്ടെ, വിഷയം മാറിപ്പോകുന്നുണ്ട്. ഹിജാബിന്റെ ആയത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തും കഴിഞ്ഞ് സിദ്ദീഖ് എന്നവരുടെ ഭരണവും കഴിഞ്ഞ് ഉമറുൽ ഫാറൂഖിന്റെ ഭരണത്തിന്റെ അവസാനത്തിലാണ് ആത്തിഖ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയത്. ഇരിക്കട്ടെ, ഈ ആത്തിഖ പള്ളിയിൽ പോയി എന്ന് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആത്തിഖ പോയത് ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടി മാത്രം സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അയാളുടെ സീജ് മുഅജമാഅത്ത് എന്ന പുസ്തകത്തിൽ ആത്തിഖയെ പറയുന്നിടത്ത് മുഴുവൻ അവൾ 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 എന്നാ പറയുന്നത്. ഒരു സ്വഹാബി വനിതയായ പെണ്ണിനെ അവൾ. ഇത് കണ്ടു ശീലിച്ച കുട്ടികൾക്ക് ആട്ടി ഓടിക്കപ്പെട്ടവന്റെ തിരിച്ചുവരവ് എന്ന് പറയാം. ആട്ടി ഓടിക്കപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയും. ആട്ടി ഓടിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ, ആട്ടി ഓടിക്കപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂലിനെ. ഇത് നിങ്ങളുടെ റിസാലയിലാണ്. സ്വന്തം പത്രത്തിൽ, സ്വന്തം കുട്ടികൾ എഴുതിയ പത്രത്തിൽ നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും വിശാലമായ
സർക്കുലേഷൻ ധാരാളമുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന പത്രത്തിൽ നബിദിന സ്പെഷ്യലിൽ എഴുതിയതാണ് ഇത്. ഞാനതും പറഞ്ഞിട്ടില്ല. തങ്ങളെ ആട്ടിയോടിക്കപ്പെട്ട മക്ക എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മക്കയിലേക്ക് തങ്ങളെ കൊണ്ടുവരുമെന്ന്. അത് വല്ലാതെ പിടിച്ചു കയറിയിട്ട് റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയിട്ട് ഇബ്ലീസിന്റെ പേര് തങ്ങൾക്ക് കൊടുത്തു എന്ന് എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, എന്റെ കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീർ ഒഴുകിയിട്ടുണ്ട്. എങ്കിലും ആ വേദന എന്റെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു പോക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. ഒരു വേദനയും തോന്നരുത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ. നമ്മളെ മനസ്സിലില്ലെങ്കിൽ വേദന തോന്നരുതല്ലോ, നല്ലതാണ് എന്നല്ലേ ഞാൻ പറയുന്നത്. എന്റെ ഹൃദയത്തിന്റെ ദൂഷ്യം കൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നു. അതേപോലെ കുസൃതി കലർന്ന മറുപടിയിൽ ശാസ്ത്രീയ അല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു. സാധാരണ നാടൻ ഭാഷയിൽ കുസൃതി കലർന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഒരൽപ്പം തമാശ കലർന്ന വഴി വിട്ടുള്ളൊരു മറുപടി എന്നാണ് അതിനർത്ഥം. ചോദിച്ചതിന് വഴി വിട്ടിട്ടൊരു മറുപടി. ഈ ശൈലി ഖുർആനിൽ തന്നെ ഉണ്ട്. അള്ളന്നെ പറയുന്നത് അലൂനക്കാനില്ല ഇല്ല. മാസങ്ങൾ എങ്ങനെയാണ് തുടങ്ങുമ്പോ വള ഇങ്ങനെ വളഞ്ഞ് തുടങ്ങുന്നു, പൂർണ്ണമായി 14-ാം രാവിൽ സമ്പൂർണമാകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ചുരുങ്ങി വന്നിട്ട് ലോലമായി ഒരു രേഖയായി അങ്ങ് മറയുന്നു. ഇതിന്റെ കാരണമെന്ത്, ഇതെങ്ങനെയെന്ന് അവിശ്വാസികൾ ചോദിച്ചതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു അലൂനക്കാനില്ല. ചന്ദ്രന്റെ ഈ വ്യത്യാസങ്ങളെ കുറിച്ച് അവിശ്വാസികൾ ചോദിക്കും, നബിയേ കുൽ ഹിയ മവാഖീതുലില്ല. അത് വിവരിച്ചു കൊടുക്കല്ല വേണ്ടത്, അത് ജനങ്ങൾക്ക് സമയം അറിയേണ്ടതിനുള്ള ഒരു മാർഗമാകുന്നു എന്ന് നബി പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു തആല പറയുന്നു. ചോദിച്ചതെന്താ? ചന്ദ്രൻ എന്താ 1-ാം രാവിലെ ചെറിയ വര, 2-ാം രാവിലെ കുറച്ചും കൂടി ഊക്കുള്ള വര, പിന്നെ കുറച്ചും കൂടി ഊക്കുള്ള വര, ഇങ്ങനെ വലുതായിട്ട് വീണ്ടും ചെറിയ വരയായിട്ട് വരുന്നതിന്റെ രഹസ്യം. മറുപടി പറയുന്നതോ, ആ രഹസ്യം നിങ്ങൾ ചോദിക്കേണ്ടതോ അതല്ല വിഷയം. വിഷയം നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ ഉപകാരം എന്ത് എന്നാണ്. അതിൻ്റെതാണ് ഉപകാരം എന്ന് പറഞ്ഞു എന്ന് നബിയോട് ഉപദേശിക്കുക. ഇതും അങ്ങനെയാണ്. ചോദിച്ചതുപോലെയല്ല, അത് മറുനിലക്ക് മറുപടി നൽകുക. ഈ തരത്തിൽ ഇമാം ഷാഫിഈ മറുപടി നൽകി എന്നതിന് കുസൃതി കലർന്ന മറുപടി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോടുള്ള അദബ് കേട് എന്നൊക്കെ പറഞ്ഞു. അതിനും കുറെ വേണ്ട പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോ. അല്ലാഹു തആല നമ്മിൽ വല്ല അദബ് കേടും വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്തു മാഫാക്കി തരുമാറാവട്ടെ. അദബ് കേട് വരില്ലെന്നോ നാട്ടിൽ വീഴില്ലെന്നോ ഞാൻ പറയുന്നില്ല. ഈ എഴുതിയതൊരിക്കലും അദബ് കേടല്ല. ഇത് വായിച്ചവർ നുസ്രത്തിന്റെ പത്രാധിപ സമിതിയിൽ ചീഫ് എഡിറ്റർ ഇവിടെയുണ്ട്. മഹാനായ ഇതിന്റെ മുഖ്യോപദേശകരുടെ ആദാപരത്തെ ബഹുമാനപ്പെട്ട കീയനോർ അല്ലാഹു മഹാന്മാർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. വളരെ കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാനും അവരുടെ തണലിൽ കഴിയാനും അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാപണ്ഡിതൻ ഇത് വളരെ മുഴുവൻ ഒന്നൊഴിയാതെ ഒരു വരി ഒഴിയാതെ വായിച്ചിട്ടുണ്ട്. എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായി ഇത് ഗ്രന്ഥമാക്കിയിട്ടുള്ളതും. അവിടെ അവരൊന്നും കാണാത്ത അദബ് കേട് ഇക്കുട്ടിക്ക് കണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. മറ്റൊന്നൊരു വേദന ഉണ്ടായത് വേറൊന്നുമല്ല. ശൈഖുന, എന്റെ ഒന്നരായ ശൈഖുന, അവരുടെ കുരുത്തക്കേട് പറ്റിപ്പോയിട്ടുണ്ട്. അവരുടെ കുരുത്തം കെട്ട ശിഷ്യനാണ്. അതും എന്റെ ഹൃദയത്തിൽ നിന്ന് വേദന പോയിട്ടില്ല. അള്ളാഹു വേദന പോക്കുമാറാവട്ടെ. വേദന അങ്ങനെ വരാത്ത ഹൃദയം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. ഒന്നരായ ശൈഖുനയുടെ കുരുത്തക്കേട് വാങ്ങി കുരുത്തം കെട്ടാണ്. ഞാനും ശൈഖുനയും തമ്മിൽ ബന്ധപ്പെടാൻ എനിക്ക് ലഭിച്ച ഒരു മഹാഭാഗ്യം. ആ ഭാഗ്യം ഞാൻ പറഞ്ഞു, ജീവിതത്തിന്റെ സായാഹ്ന വേളയിലാണ് ശൈഖുനാവകളോട് ഒന്നിച്ചു കഴിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അതിനു മുമ്പ് വർഷങ്ങളോളം കഴിഞ്ഞവരും ധാരാളം വർഷം കഴിഞ്ഞവരുമുണ്ട്. ആ 6-7 കൊല്ലം ശൈഖുനയോടൊപ്പം എല്ലായിടത്തും നടന്നുവെന്ന് മാത്രമല്ല, ഏറ്റവും ജീവിതത്തിൽ ഇനി ഒരാൾക്കും ലഭിക്കാൻ അവകാശമില്ലാത്ത മഹാഭാഗ്യം എനിക്ക് ശൈഖുനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് രോഗശയ്യയിൽ ആശുപത്രിയിൽ കിടന്നത്, അതും ഈ പരപ്പനങ്ങാടിയിലെ താലൂക്ക് സമ്മേളനം കഴിഞ്ഞിട്ടാണ്. എന്റെ ബഹുവന്യ നേതാവ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ, നമ്മുടെ SYFന്റെ അധ്യക്ഷൻ മഹാനവർകളും അവരുടെ കൂടെ ഞാനും, ഞങ്ങൾ രണ്ടുപേരുമാണ് ശൈഖുനെ ഈ പരപ്പനങ്ങാടിയിലെ താലൂക്ക് സമ്മേളനം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ ശൈഖുന വന്ന കാറിൽ കോഴിക്കോട് PVSലേക്ക് ആദ്യമായി കിടത്താൻ വേണ്ടി കൊണ്ടുപോയത്. അങ്ങനെ 2 പ്രാവശ്യം അവിടെ കിടന്നു. ദിവസങ്ങളോളം കിടന്ന ആ കിടത്തിൽ വന്നരായ ശൈഖുന അവർകൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും ബെഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് റൂമിലേക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ബെഡിന്റെ ഓരത്ത് ഇരുന്ന് മഹാനവരുടെ മലവിസർജനം നടത്താൻ വേണ്ട പാത്രമൊരുക്കിയിട്ട് വിസർജനം നടത്തിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ
അവിടുത്തെ മലവിസർജനം ചെയ്ത ഭാഗം ഈ കൈകൊണ്ട് കഴുകിക്കൊടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഇനിയൊരിക്കലും കിട്ടാത്ത ഭാഗ്യമായി എന്നുള്ളൂ. ആ ഭാഗ്യത്തിന് ശേഷം അവിടെ നിന്ന് വഫാത്താകുന്ന ആ വേളയിൽ അന്നത്തെ ദിവസം 10 മണിക്ക് 5 മണിക്ക് മുൻപ് മഹാനവർ വഫാത്താകുമ്പോൾ അന്നത്തെ 10 മണി 11 മണി 12 മണി സമയത്തൊക്കെ ശൈഖുനയുടെ കൂടെ തന്നെ അവിടത്തോടൊപ്പം തന്നെ നിൽക്കുമ്പോൾ അന്നത്തെ 10-11 മണിക്ക് അതിനും സാക്ഷിയായി SYFന്റെ സ്റ്റേറ്റ് ട്രഷറർ എന്റെ ബഹുമാന്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഇ.കെ. അലൈമൗലവി സാഹിബ് അവർകൾ ഇവിടെയുണ്ട്. മഹാനരുടെ മകനെ കൊണ്ട് അവരുടെ മകളെ കല്യാണം കഴിക്കേണ്ട കാര്യം മഹാനർ ചികിത്സിക്കുന്ന ഇടത്തിൽ നിന്ന് അദ്ദേഹത്തെ ആളയച്ച് വരുത്തിയിട്ട് അദ്ദേഹത്തെ കൂടിയിരുത്തി കൈപിടിച്ച് പറഞ്ഞ് നാളെ എന്ത് ദിനം? വെള്ളിയാഴ്ച. ഇനി നാളെ ഇൻഷാ അല്ലാഹ് നിക്കാഹ് എന്നും പറഞ്ഞ് കൈപിടിച്ച് വിരിച്ചപ്പോഴൊക്കെ ഞാനവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് അദ്ദേഹമുണ്ട്. അവർക്ക് ഇരിക്കുന്നതിനിടയിൽ അവിടുത്തെ കൈവിരലുകൾ നീട്ടിത്തന്നിട്ട് നജീബ് പിടിച്ചുകൊണ്ട് കൈവിരലൊക്കെ ഒന്ന് മയമാക്കുക എന്ന് പറഞ്ഞ് അവിടുത്തെ കൈവിരലുകൾ തന്നപ്പോൾ സത്യത്തിൽ ആ വിരലുകൾ മയമാക്കുക എന്ന പദം കേട്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. ദിവസങ്ങളോളം രാത്രിയും പകലും വീട്ടിലേക്ക് പോകാതെ അവിടത്തെ സന്നിധിയിൽ പോയിട്ടില്ലെങ്കിലും പള്ളിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഡോക്ടറുടെയും മറ്റും ഉപദേശം കേട്ടിട്ട് ഗുളിക കഴിക്കാൻ പോലും പറ്റാതെ ആ ഗുളികക്ക് പകരം ഗുളികകളൊക്കെ സർപ്പാക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് മഞ്ചേരിയിൽ പോയി കൊണ്ടുവന്ന് വെച്ച മരുന്ന് അന്ന് അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് വെപ്പിച്ചിട്ട് അന്ന് കൈവിരലുകളൊക്കെ മയമാക്കെന്ന് പറഞ്ഞവിടത്തെ കൈവിരലുകൾ എന്റെ മടിയിലേക്ക് നീട്ടിത്തന്നിട്ട് ആ വിരലുകൾ തൊടുമ്പോൾ സജലങ്ങളായ കണ്ണുകളോടുകൂടിയാണ് ഞാൻ വിരലുകൾ മയക്കി കൊടുത്തിരുന്നത്, മയമാക്കി കൊടുത്തിരുന്നത്. ആ രംഗം എനിക്ക് കിട്ടിയിരുന്ന ഒരു മഹാഭാഗ്യമാണ്. അവര് നിർത്തിയ കോളേജിൽ, ഞാൻ പഠിച്ച അതേ കോളേജിൽ, എനിക്ക് സെനത് ലഭിച്ച അതേ കോളേജിൽ, അതേ കോളേജിൽ തന്നെ എന്നെ അവിടെ മുദരിസാക്കി നിർത്തിയതും ഇന്നും അവിടെ തന്നെ തുടരുന്നതും 125 രൂപ ശമ്പളത്തിനാണ് മുദരിസ്. വർഷത്ര പെടുത്തൊന്നും ആയിട്ടില്ല. ഇന്നും അതേ കോളേജിൽ മുദരിസ. എത്ര ശമ്പളം എന്നറിയും എനിക്കും എന്റെ ഉസ്താദുമാർക്കും പറയേണ്ടതല്ലെങ്കിലും അവിടെ നിൽക്കുന്നതിന്റെ രൂപം വിവരിക്കാൻ വേണ്ടി പറഞ്ഞു പോകട്ടെ. അതിൽ കുറവൊന്നുമില്ല. 750 രൂപയാണ്. എനിക്കെന്നല്ല, എന്റെ മഹാന്മാരായ ഉസ്താദുമാർ, എന്റെ മഹാന്മാരായ വന്ന ഉസ്താദുമാർ, അവിടുത്തെ പ്രിൻസിപ്പളും സദർ മുദരിസിനും ശമ്പളം ഞങ്ങൾ 3 ആളുകളും ഒരു സാധാരണ മുഅല്ലിമിനുള്ള ശമ്പളം പോലും പറ്റാതെയാണ് ആ കോളേജിൽ ഇപ്പോഴും ജീവിക്കുന്നത്. ശൈഖുനായുടെ കോളേജിൽ ശൈഖുന നിർത്തി എന്നതുകൊണ്ട് മാത്രം. വണ്ടൂർക്കാർക്കും അറിയാം. അവിടെ നിൽക്കുന്ന ഞാൻ ശൈഖുനയുടെ കുരുത്തം കെട്ട എന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്ക് സങ്കടം വന്നുവെന്ന് മാത്രമല്ല, ഇത് കേട്ടതിന്റെ ശേഷം എന്റെ ശൈഖുനയുടെ ഹദറത്തിൽ ചെന്നപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ഞാനൊരു പാട് പൊട്ടി ഇന്നിക്കരഞ്ഞുപോയി. അവിടെ അക്കരച്ചിലോടുകൂടെ എനിക്ക് കുളിർമ ലഭിച്ചിട്ടുണ്ട്. അതും എന്നെ വേദനിപ്പിച്ചു. ഇത് രണ്ടും ഒഴിച്ചാൽ മറ്റൊരു പരാമർശവും ചിരിയോടുകൂടെയല്ലാതെ, വളരെ സുന്ദരമായ രീതിയിലല്ലാതെ ഞാൻ ഒരു വാക്കും കേട്ടിട്ടില്ല. കേട്ടതൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. ഇതാണ് ആ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ആകെത്തുക എന്താണെന്നറിയോ? നിങ്ങൾ അവസാനം വന്നത് മയ്യത്ത് നിസ്കാരത്തിന്റെ ചർച്ച. അതാണിപ്പോ നമ്മുടെ വിഷയം. മയ്യത്ത് നിസ്കാരത്തിന്റെ വിഷയം. ഇത് സാധാരണഗതിയിൽ മയ്യത്ത് നിസ്കാരത്തിന്റെ വിവരം തിരിയുന്നതിന് മുൻപ്, വിധികൾ അറിയുന്നതിന് മുൻപ് ആമുഖമായി ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു ലേശം പറയേണ്ടതുകൊണ്ടും, ഇവിടെ എന്റെ വിവാദമുയർത്തിയ കുട്ടി മുബത്തദികളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കൽ സാധാരണക്കാർക്ക് കറാഹത്തും പണ്ഡിതന്മാർക്ക് ഹറാമും. ഇതാണല്ലോ നമ്മുടെ പുതിയ വിവാദം. ഇത് ശാഫിഈ മദ്ഹബിന് വിരുദ്ധമാണ് എന്ന് സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷനും ഇവിടെ രേഖപ്പെടുത്തി. മുബത്തദികൾക്ക് മയ്യത്ത് നിസ്കരിക്കൽ എന്ന് പറയുമ്പോൾ മുബത്തദികൾ ആരാണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അവർക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി പറയേണ്ടത് ആരാണ്, എവിടെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് ഞാൻ വളരെ നല്ല നിലയിൽ പറയുന്നത്, വ്യവസ്ഥ എഴുതുമ്പോൾ നമ്മുടെ പ്രതിനിധികൾ, നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ
മറുഭാഗത്തെ പണ്ഡിതന്മാരിൽ ആരു വന്നാലും അവരോട് സുന്ദരമായി ശാഫിഈ മദ്ഹബിന്റെ നിലപാടുകളും ശാഫിഈ മദ്ഹബിന്റെ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളുമെല്ലാം അവരെ വ്യവസ്ഥ എഴുതുന്ന ഘട്ടത്തിൽ ശരിക്കൊന്ന് പഠിപ്പിച്ചിട്ട് വേണം ഇനി വിടാൻ എന്നൊരുങ്ങിക്കൊണ്ട് തന്നെയാണ് വ്യവസ്ഥ എഴുതാൻ വേണ്ടി നമ്മുടെ മജ്‌ലിസുകൾ വന്നിരുന്നത്. ദൗർഭാഗ്യവശാൽ അതിലേക്ക് തിരിയാൻ അനുവദിക്കാതെ സമയം എപ്പോഴാ, തീയതി എപ്പോഴാ, എങ്ങനെ നടത്തണോ എന്നൊക്കെ അങ്ങ് എഴുതി കുറിച്ചിട്ട് തെറ്റിപ്പിരിയാൻ അവർ കണ്ടുവെച്ച ആ ഞൊടുന്യായത്തിൽ മാത്രം പിടിച്ചു തൂങ്ങിയിട്ട് നിങ്ങളുടെ വിഷയം മാറ്റണോ എങ്കിലേ ഞങ്ങളുള്ളൂ എന്നും പറഞ്ഞു തിരിഞ്ഞു. ഇത് ദുന്യാവിൽ എവിടെയെങ്കിലും കേട്ടുകൾവുണ്ടോ? രണ്ടു കൂട്ടർ തമ്മിൽ സംവാദം നടത്തുമ്പോൾ നിങ്ങളുടെ വിഷയം മാറ്റിയെങ്കിലേ ഞങ്ങളുള്ളൂ എന്ന് പറയല്. നമ്മളുടെ വിഷയം നമ്മൾ മാറ്റണം എങ്കിലേ അവർ സംവാദത്തിനുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശേഷിച്ചും അവർ മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ദീനിനെ സംരക്ഷിക്കുന്ന ഒരു രൂപം എന്റെ മുതഅല്ലിം സുഹൃത്തുക്കളുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം. ഏതു തരത്തിലുള്ള പിഴച്ച പ്രാസംഗികന്മാരും പിഴച്ച വാദക്കാരും എന്തെല്ലാം എന്ന് പറഞ്ഞാലും, എത്ര നെടുനീളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടാലും ഗീർവാണങ്ങൾ കേട്ടാലും അടിസ്ഥാനത്തിൽ നിന്ന് വിടാതെ മദ്ഹബിനെയും ഇമാമുകളെയും ഫിഖ്ഹിനെയും കൈക്കൊള്ളേണ്ടത് എങ്ങനെയെന്നും അവലംബിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മുടെ മഹാന്മാരായ മശായിഖുമാർ നമുക്ക് പരമ്പരാഗതമായി പഠിപ്പിച്ചു തന്നത് നമ്മുടെ കിതാബുകളിലുണ്ട്. അത് അല്ലാഹു തആല ഈ ദീനിനെ നിലനിർത്തുവാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന, അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന വ്യവസ്ഥയുമാണ്. ആ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരൽപ്പം ബോധവാന്മാരാകാതെ ശാഫിഈ മദ്ഹബ് എന്തെന്നും ശാഫിഈ മദ്ഹബിന് വിരുദ്ധമാണെന്ന് സംസ്ഥാനക്കാർ പറയുന്നതിന്റെ രൂപം എന്തെന്നും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എന്താണ് ഫിഖ്ഹ് എന്നും ആ ഫിഖ്ഹിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ സങ്കല്പമെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒരു കിതാബിൽ അച്ചടിച്ചിട്ട് എന്തെങ്കിലും കാണുക, അക്കണ്ടതെല്ലാം ഏറ്റുപറഞ്ഞിട്ട് അതുവരെയുള്ള എല്ലാ ആലിമീങ്ങളെയും ഫുഖഹായിനെയും ഫിഖ്ഹിന്റെ കിതാബുകളെയും തള്ളിപ്പറയുക എന്ന പരുവത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അനന്തരഫലമായി വന്ന് ഭവിക്കുന്ന ചില മോശങ്ങളാണ്. മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞ വാചകത്തിന്റെ രഹസ്യമെന്ത്, പൊരുളെന്ത്, എന്തിനത് പറഞ്ഞു എന്നൊന്നും ആലോചിക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു കിതാബിൽ വലത്ത് നിന്ന് എഴുത്തേട്ട് അച്ചടിച്ചിട്ടുള്ള അറബി വാക്യങ്ങൾ കാണുമ്പോഴേക്കും അത് പൊക്കിപ്പിടിച്ചിട്ട് ലോകത്തെ എല്ലാ ഫുഖഹായിനെയും ഫിഖ്ഹിനെയും ഇസ്ലാമിനെയും തള്ളിപ്പറയുന്ന സ്വഭാവം നമ്മുടെ ചില ആളുകൾക്ക് ഇപ്പോൾ, സുന്നികൾ എന്ന പേരിൽ തന്നെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു സമ്പ്രദായമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ മുതഅല്ലിം സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ വേണ്ടി സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. അല്ലാഹു തആലാന്റെ ദീൻ അത് അല്ലാഹു തആല ഖിയാമം വരെ നിലനിർത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഖിയാമം വരെ നിലനിർത്തുന്ന ദീനാണ് നമ്മുടെ ദീൻ. ലോകത്തൊരു ദീനിനും ഈ സവിശേഷത അല്ലാഹു നൽകിയിട്ടില്ല. 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം കൊണ്ടുവന്നത് ദീനും ശരീഅത്തുമാണെങ്കിലും ആ ദീനിനും ശരീഅത്തിനുമൊന്നും അല്ലാഹു എഴുതിയിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു സവിശേഷത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സത്യദീനിനെ അല്ലാഹു നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന الذിക്ർ വഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചതും അതിന്റെ നിയമങ്ങളെ അവതരിപ്പിച്ചതും അതിന്റെ ആശയാദർശങ്ങളെ ഇവിടെ അവതരിപ്പിച്ചതും നാമാണ്. വഇന്നാ ലഹു ലഹാഫിദൂൻ. അതിനെ ഖിയാമം വരെ നാം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ആണയിട്ടുകൊണ്ട് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ള ആ പ്രഖ്യാപനം, അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ള ഈ ദീനിന്റെ സവിശേഷതയെ കുറിക്കുന്ന ആയത്താണ്. ഈ ദീൻ അല്ലാഹു തആല ഖിയാമം വരെ നിലനിർത്തും. എങ്ങനെ നിലനിർത്തും? പരമ്പരാഗതമായി നിലനിർത്തും. പരമ്പരാഗതമായി ഈ ദീനിലെ എല്ലാ നിയമങ്ങളും തലമുറകൾ കൈമാറിയിട്ട് ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമം വരെ നിലനിർത്തും. മുസ്ലിമീങ്ങൾ മുഴുവൻ ഈ ലോകത്ത് നിന്ന് മണ്ണടിയാൻ ഉപയുക്തമാകുന്ന ഒരു ലളിതമായ കാറ്റ് അല്ലാഹു തആല ഖിയാമത്തിനോട് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ അയക്കും. ആ ലോലമായ സുഖകരമായ കാറ്റ് വരുമ്പോൾ ഈമാൻ തരിമ്പ് ഹൃദയത്തിലുള്ള എല്ലാ മൂമിനും അതോടുകൂടെ മരണപ്പെടും. ഇതൊക്കെ ഖിയാമത്ത് നാളിനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ കാറ്റ് വരുന്ന സെക്കൻഡ് വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിൽ നിലകൊള്ളുന്നതായ ആശയാദർശങ്ങളാകുന്ന അല്ലാഹുവിന്റെ ദീനിനെയും അല്ലാഹു കാത്തുരക്ഷിക്കും, സംരക്ഷിക്കും.
അങ്ങനെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ അവലംബിക്കുന്ന മദ്ഹബ് ശാഫിഈ മദ്ഹബ്. എല്ലാ മദ്ഹബുകളും അതിന് തെളിവാണ്. അതിൽ നമുക്ക് പരിചയമുള്ള നമ്മളൊക്കെ അവലംബിച്ച മദ്ഹബ് വളരെ സുന്ദരമായ തെളിവാണ്. എന്താ തെളിവ്? എക്കാലത്തും ഇതിന് സംരക്ഷകരുണ്ടായിട്ടുണ്ട്. ദീനതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അഹ്കാമുല്ല ഇമാമുകൾ വിവരിച്ചു എന്ന ഹുക്കുമുകൾ. അല്ലാതെ ഒന്ന് ദീൻ കിട്ടൂ? നിസ്കാരം നിർബന്ധ, വാജിബ് എന്ന് പറയാൻ എവിടുന്ന് കിട്ടും? കിട്ടൂല. ഇമാമുകൾ വിവരിച്ചു തരും തന്നെ വേണം. അതുകൊണ്ട് ഇമാമുകൾ വിവരിച്ചു തരുന്നതായ ഇമാമിയങ്ങളുടെ ഹുക്കുമുകളാണ് അള്ളാഹുവിന്റെ ദീൻ. ഈ ദീൻ അള്ളാഹു തആല നിലനിർത്തുന്നത് ഇമാമുകൾ പരമ്പരാഗതമായി വരുന്ന വഴിയിലൂടെ അള്ളാഹു തആല നിലനിർത്തും. എങ്ങനെ നിലനിർത്തും? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമാറിയ ആ ദീനിന്റെ തനിതായ രൂപത്തിൽ താബിഈങ്ങൾക്ക് കൈമാറും. താബിഈങ്ങൾ അവരുടെ പിൻതലമുറയ്ക്ക് കൈമാറും. തനതായ രൂപത്തിന് എവിടെയെങ്കിലും ഏകദേശം തെറ്റുവന്നിട്ടുണ്ടോ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ പ്രാണിയുള്ള ഉലമാക്കളെ എക്കാലത്തും അല്ലാഹു ഈ സമുദായത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ഈ ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. ബനൂ ഇസ്രായേലിലാണല്ലോ അടിക്കടി അല്ലാഹു തആല പ്രവാചകന്മാരയച്ചുകൊണ്ട് അല്ലാഹു തആല ആദരിച്ച വിഭാഗം ജൂതരാഷ്ട്രം നിന്നുണ്ടല്ലോ. ആ ജൂതരാഷ്ട്രത്തിൽ നിവസിക്കുന്ന ഇസ്രായേലിയരുടെ പിൻതലമുറക്കാരുടെ ആ തലമുറയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് നബിയുടെ മക്കളുടെ പരമ്പരയാണ് ഇസ്രായേലിയർ. അവരിലാണ് അല്ലാഹു തആല വളരെയധികം പ്രവാചകന്മാരെ അയച്ചാദരിച്ചത്. പക്ഷെ അവർക്കും അല്ലാഹുവിന്റെ ശാപമുണ്ട്. ആ ശാപത്തിന് കാരണം അവരിൽ അരാജകത്വം നടമാടുമ്പോഴും ദീനിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴും എല്ലാവരും മൗനാനുവാദം നൽകിയിട്ട് സത്യമായ ദീനിന്റെ നില എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ലാത്ത ദുരവസ്ഥ വന്നു. അള്ളാഹുവിന്റെ റസൂലിനോ അത് വരൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിന് അതൊരിക്കലും വരില്ല. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ അണുവളവ് വ്യത്യാസം വരാതെ ഖിയാമം വരെ അല്ലാഹു തആല കാത്തു സംരക്ഷിക്കും. ആ ദീനിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ആ ദീനിന്റെ സാക്ഷാൽ രൂപമാണെന്ന് നമ്മൾ വിശ്വസിച്ചു വരുന്ന ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവരുടെ മദ്ഹബ് അത് വളരെ സുന്ദരമായി ഖിയാമം വരെ നിലകൊള്ളും. ആ മദ്ഹബിനെ അല്ലാഹു തആല വളരെ സുന്ദരമായി സംരക്ഷിച്ചുകൊണ്ടുണ്ട്. എങ്ങനെ സംരക്ഷിച്ചു? എക്കാലത്ത് ഈ മദ്ഹബിന്റെ നിയമങ്ങളിൽ അലങ്കോലം വരുത്താൻ വേണ്ടി ആര് ശ്രമിച്ചപ്പോഴും ഒരു പണ്ഡിതനെങ്കിലും അതിനെതിരെ ശ്രദ്ധിക്കാതെ വന്നിട്ടില്ല. അത് ഈ ദീൻ നിലനിർത്താൻ അല്ലാഹു ഏൽപ്പിച്ച സവിശേഷതയാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർകൾ നമ്മുടെ മദ്ഹബിലെ ഏറ്റവും പ്രമാണയോഗ്യനായ ഇമാമാണ്. ഇന്ന് നാം പ്രമാണയോഗ്യരാക്കി ഏറ്റവും അധികം ആദരിക്കുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി മുതഅഖിരീങ്ങളുടെ നേതാവ്, അവസാനം എന്ന് തന്നെ പറയാം, മഹാൻ. ആ മഹാനുടെ കിതാബ് ഖുർറത്തുൽ ഐൻ ബി ബയാനി അന്ന തബറുഅ ലാ യുബ്തിലുഹു ദൈൻ എന്ന ഒരു കിതാബ് മഹാനരുണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിന്റെ ആമുഖമായി തന്നെ മഹാനർ ഈ കിതാബ് ഉണ്ടാക്കുവാൻ ഇടയാക്കിയ കാരണം വിവരിക്കുന്നുണ്ട്. ഇതെന്താണ് വിവരിക്കുന്നതെന്നോ? فإنه قدم علينا سنة 61 و90 بمكة المشرفة زادها الله تشريفا وتعليما السيد الجليل الشريف المعتقد المسيل محمد العيدروس الحسني العربي الحمرمي ثم العدلي. ഒരു വലിയ മഹാൻ ഹളറമൗത്തുകാരനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസൻ എന്ന ഫാത്തിമ ബീവിയുടെ മകന്റെ പരമ്പരയിൽപ്പെട്ട ബാലവി സാദാത്തുക്കളിൽപ്പെട്ട മുഹമ്മദുൽ ഐദറൂസ് എന്ന് പറയുന്ന മഹാനവറുകൾ മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നപ്പോൾ ഞാനത് ചുരുക്കി വരിക, ഞാനും എന്റെ സഹോദരൻ വസാഹിബുന ശൈഖുൽ ഇമാമുൽ ആലിമുൽ അല്ലാമത്തുൽ ഹദറുൽ ഹുമാം അൽ ഹുജ്ജത്തുൽ ഖുതുബത്തുൽ ഫഹാമ അബ്ദുൽ അസീസ് ദംദമി അദാമല്ലാഹു ബിഹിൻ നഫ്അൽ ആമ്മ ലിൽ മുസ്ലിമീൻ, ഞാനും എന്റെ സഹോദരൻ അബ്ദുൽ അസീസ് ദംദമി എന്നവരും കൂടി മഹാനരെ കാണാൻ വേണ്ടി ചെന്നു. മഹാനരോട് സലാം പറയാനും ആ സലാം പറഞ്ഞിട്ട് ദുആ അർപ്പിക്കാനും ചെന്നു. ഒരു കിതാബിന്റെ തലവാചകമായി ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ അവர்கள் കുറിക്കുന്നു, ഞാൻ ഈ കിതാബ് ഉണ്ടാക്കാൻ ഇടയാക്കിയ സംഭവം എന്നൊന്ന്.
ആ മഹാനവരുടെ അടുത്ത് വന്നപ്പോൾ لصاحبنا الإمام العالم العامل والهمام الحجة القدوة الكامل وجيه الدين عبد الرحمن بن زياد مفتي زبيد المحروس بل واليمن بأسره സുബൈദിലെ മുഫ്തി എന്ന് വേണ്ട യമനിൽ ആസകലമുള്ള മുഫ്തി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളവർക്കുള്ള തബറുൽ മദീൻ എന്ന വിഷയത്തെ സംബന്ധിച്ച ഒരു സുആലും ജവാബും മഹാനായ ഈ സയ്യിദ് അവർകൾ ഞങ്ങൾക്ക് വായിച്ചു തന്നു. ആ സുആലും ജവാബും വായിച്ചിട്ട് ഞങ്ങളോട് മഹാൻ ചോദിച്ചു, സുമ്മ സഅലന അൻതും മുവാഫിഖൂന ലിഹാദൽ ലിസാ, ഈ ഫത്വയോട് നിങ്ങൾ യോജിക്കുന്നുവോ എന്ന് എന്നോടും എന്റെ സുഹൃത്തിനോടും ചോദിച്ചു. ഫക്കുല്ലും മിന്നാ ബാദറ ഇലാ ഇൻകാരിഹി വസ്തിബ്ആദിഹി, ഞങ്ങൾ രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു അത് ശരിയല്ല. യമനിലെ മുഫ്തിയായ അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് തങ്ങൾ അവர்கள் നൽകിയ ആ ഫത്വ ശരിയല്ലെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയടിക്ക് തന്നെ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു അത് മദ്ഹബിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന്. ഇത് ഞങ്ങൾ പറയാൻ കാരണം അതാ അല്ലൽ മീസാഖില്ലദീ അഖദഹുല്ലാഹു തആല അലാ ഖവാസ് ഇബാദിഹി വഹുദാത്തി ബിലാദിഹി ജഅലല്ലാഹു മിൻ ഇബാദിഹിൽ മുസ്തംസികീന ബിആസാരിഹിം ഫീ ഇവാദിഹിം വഇസ്വാരിഹിം. മഹാന്മാരായ ഇമാമിയങ്ങൾ അല്ലാഹു തആല അവരിൽ നിന്നും പ്രത്യേകം കരാർ പിടിച്ചിട്ടുണ്ട്. സത്യത്തെ നിങ്ങൾ വെളിപ്പെടുത്തണമെന്നും സത്യം എപ്പോൾ നിങ്ങൾ വെളിപ്പെടുത്തേണ്ട സന്ദർഭം വന്നാലും അസത്യം പ്രത്യക്ഷപ്പെടുന്ന നേരത്ത് അതിനെതിരെ നിങ്ങൾ അത് തുറന്നു പറയണമെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഏൽപ്പിച്ച ആ കരാർ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ കരാർ, അത് പാലിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു അത് ശരിയല്ല എന്ന്. ഞങ്ങളുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ അദ്ദേഹം മുമ്പ് നൽകിയ ഫത്വക്ക് അനുയോജ്യമായി തന്നെ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു. ആര്? അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് തങ്ങൾ, യമനിലെ മുഫ്തി. ആ മുഫ്തിയെ സംബന്ധിച്ച് മഹാൻ ഇബ്നു ഹജർ ഒരുപാട് വിശേഷണം നൽകിയിട്ടുണ്ട്. ഒരു വലിയ മഹാനാണ് ആ മഹാന്റെ വലിയ കിതാബ് വന്നിട്ട് അക്കിതാബിനെതിരിൽ വന്ന ഒരു സംഗതി ഈ കിതാബ് അദ്ദേഹത്തിന്റെ ഫത്വ ന്യായീകരിക്കാൻ വേണ്ടി എഴുതിയത് കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി നിഷേധം വർദ്ധിച്ചു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പറഞ്ഞത് ശരിയല്ലെന്ന് ഒന്നുകൂടി ഞങ്ങളുടെ അഭിപ്രായമായി തോന്നി. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിച്ചല്ലോ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, തുടങ്ങിയിട്ടുള്ള ഈ വിഗ്രഹങ്ങളും ദൈവങ്ങളോടും നിങ്ങൾക്കുള്ള കടപ്പാട് വീട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന മനുഷ്യരെ, ഇവയെയും നിങ്ങളെയും ലോകത്തെയും പടച്ച അല്ലാഹുവില്ലേ, ആ അല്ലാഹുവിന്റെ മഹത്വവും ആ അല്ലാഹുവിന്റെ വളർമ്മയും നിങ്ങൾ എന്താണ് പരിഗണിക്കാത്തത് എന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ ഒരിക്കലും ഞങ്ങൾ ഇടപെടരുതെന്നും അല്ലാഹുവിനിക്ക് വഖാർ കൽപ്പിക്കുന്നവരായി പണ്ഡിതന്മാർ മാറണമെന്നും ആഗ്രഹിച്ചതുകൊണ്ട് ആ കിതാബ് സംഗതി ഇരുന്നപ്പോൾ ആ കിതാബിനെതിരിൽ നിശിതമായി വിമർശിക്കാനാണ് ഞങ്ങൾക്ക് വാഞ്ച തോന്നിയത്. എന്നിട്ട് മഹാനര് പറയുന്നു, വലിയ മഹാന്മാരായ മുജ്തഹിദീങ്ങളോട് വരെയും ദീനിന്റെ വിധികൾ പറഞ്ഞാൽ അവർ പറഞ്ഞതിൽ അസത്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർഗഭ്രംശം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർഗച്യുതികൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മര്യാദക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ യാതൊരു വിധത്തിലുള്ള അനുഭാവവും ആരോടും തോന്നാതെ, പാർട്ടിക്കാരനാണെന്ന് തോന്നാതെ, എന്റെ സംഘത്തിലെ പണ്ഡിതനാണെന്ന് തോന്നാതെ, വലിയ പണ്ഡിതനല്ലേ സമൂഹം എങ്ങനെ വീക്ഷിക്കുമെന്ന് തോന്നാതെ, ആരോടും അനുഭാവം തോന്നിയിട്ട് ദീനിന്റെ വിധികൾ, തീർച്ചയായും ദീനിന്റെ വിധികളെ മാനിക്കാതെ ആളുകളെ വിലവെക്കുക എന്ന ആ നിലപാടിലേക്ക് പോകാതെ, ആളുകളെ ദീനിനെതിരിൽ അവഗണിക്കുക എന്ന ഈ നിലപാടും ഗൗനിക്കാതിരിക്കുക എന്ന ഈ നിലപാടും മുഹറവിയായ ആമിലീങ്ങളായ അലിമീങ്ങളുടെ എല്ലാം സമ്പ്രദായമാണ്. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നിഹായ ആ കിതാബിൽ സ്വന്തം പിതാവ്
സ്വന്തം പിതാവ് അബൂ മുഹമ്മദിന് ജുവൈനി തങ്ങൾ അവർകളെ കുറിച്ച് നികായ എന്ന കിതാബിൽ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹാദിഹി സല്ലത്തും മിനശ് ശൈഖ് എന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ശൈഖിന് വന്നുപോയ കാലിടർച്ചയാകുന്നു. ഒരു പിഴവിനെ ബഹുമാന പുരസ്സരം പറഞ്ഞതായിരുന്നു. ഇതൊരു പിഴവാണ് സാരം. ഇത് സ്വന്തം പിതാവായ അബൂ മുഹമ്മദിന് ജുവൈനി പിതാവായതുകൊണ്ട് മാത്രമല്ല, മഅബുദൂഹി ഫിൽ ഇജ്തിഹാദി വൽ വിലായത്തിൽ ഗായ ഹത്താ ഖീല ഫീ തർജുമതിഹി ലൗ ജാസ അൻ യബ്അസ അല്ലാഹു നബിയ്യൻ ഫീ സമനി അബീ മുഹമ്മദിൽ ജുവൈനി ലകാന ഹുവ ദാലികൻ നബി. അബീ മുഹമ്മദിന് ജുവൈനി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഏതെങ്കിലും ഒരു നബി അള്ളാഹുവിന്റെ ഈ ഭൂലോകത്ത് വരുമായിരുന്നെങ്കിൽ അത് അബൂ മുഹമ്മദിന് ജുവൈനി ആകേണ്ടതായിരുന്നു എന്ന് പണ്ഡിതന്മാർ ആ സകലം അഭിപ്രായപ്പെട്ട നുബുവ്വത്തിന് പാകമാകുന്ന വിധം ഹൃദയമുള്ള വിശാലതയുള്ള വിജ്ഞാനമുള്ള മഹാനായ അബൂ മുഹമ്മദിന് ജുവൈനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകളെ കുറിച്ചാൻ തന്റെ കിതാബിൽ ഇമാമുൽ ഹറമൈൻ തങ്ങൾ ഹാദിഹി സല്ലത്തും മിനശ് ശൈഖ്, ഇത് വന്യരായ എന്റെ പിതാവും ഗുരുവുമായ മഹാനരിൽ സംഭവിച്ച കാലിടർച്ചയാകുന്നു എന്നഭിപ്രായപ്പെട്ടത്. ഈ വാക്കിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യർക്കറിയാം, ഏത് മഹാന്മാരായ പണ്ഡിതന്മാരാണെങ്കിലും ഏത് വലിയ മഹാന്മാര് പറഞ്ഞാലും ആ മഹാന്മാർക്കെതിരിൽ സത്യം നിലകൊള്ളുന്നുവെങ്കിൽ ആ സത്യം രേഖപ്പെടുത്തുന്നതിൽ ആരെയും ഗൗനിക്കാത്ത സ്വഭാവം ഈ ഉമ്മത്തിന്റെ സവിശേഷതയാണ്. ومن هنا قال بعض أكابر أئمتنا إن عدم محاباة العلماء بعضهم لبعض من أعظم مزايا هذه الأمة التي أعظم الله بها عليهم النعمة. ഈ ഉമ്മത്തിന് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ പവിത്രതയും സവിശേഷ ഗുണവുമാണ് ഉലമാക്കന്മാർ തമ്മിൽ ഏതെങ്കിലും ഒരാൾ അസത്യം പറഞ്ഞാൽ, കള്ളം പറഞ്ഞാൽ, ഒരാൾക്ക് പിഴവ് സംഭവിച്ചാൽ അയാൾ പറഞ്ഞത് അയാളാണല്ലോ എന്ന് കരുതി, വലിയ സംഘടനയാണല്ലോ എന്ന് കരുതി മറച്ചുവെക്കാതെ അത് തുറന്നു കാണിക്കുകയും അനുഭാവം രേഖപ്പെടുത്താതെ സത്യം പറയുകയും ചെയ്യുകയെന്നത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും മഹത്തായ സവിശേഷതയാണെന്ന് പറഞ്ഞ് മഹാനർ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ഈ സവിശേഷത ഈ ഉമ്മത്തിനിക്ക് എല്ലാ കാലത്തും നിലനിർത്തണമേ എന്നും, എല്ലാ കാലത്തും ഈ ഉമ്മത്തിനിക്ക് നിലനിർത്തണം എന്നും, അതിനു പറ്റുന്ന ആളുകളെ അല്ലാഹു തആല എന്നും നിലനിർത്തട്ടെ എന്നും അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് താണുകേണപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ മുഹാബാത്തു അഹ്ലിൽ കിതാബൈൻ അൽ മുഅദ്ദിയതി ഇലാ തഹരീഫി മാ ഫീഹിമാ തൗറാത്ത് ഇൻജീൽ എന്ന കിതാബുകൾക്ക് സംഭവിച്ചതായ ഭാഗപ്പിഴവുകൾ പരിശുദ്ധ ഖുർആനിനും ദീനിനും വരും എന്നതുകൊണ്ട് ഇത് ഈ സമുദായത്തിനില്ലാതെ കാക്കേണമേ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് തന്റെ കിതാബ് ഖുർറത്തുൽ ഐൻ ബിബയാനി അന്ന തബറുഅ ലാ യുബ്തിലു ഹുദ്ദൈൻ എന്ന കിതാബ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഖില കിതാബികൾക്ക് അവരുടെ വേദഗ്രന്ഥങ്ങൾ പരിരക്ഷിക്കാൻ സാധിക്കാതെ വന്നതുപോലെ പരമ്പരാഗതമായി അവരുടെ പ്രവാചകന്മാർ നൽകിയ ശരീഅത്തിന്റെ ഒരു നിയമവും ഒരാൾക്കും ഇന്നത് പരമ്പരാഗതമായി കാത്തു സൂക്ഷിക്കപ്പെട്ട നിയമമാണെന്ന് പറയാൻ പറ്റാത്ത വണ്ണം അലങ്കോലപ്പെട്ടതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത സമ്പൂർണമായ ദീനുൽ ഇസ്ലാം എന്ന ശരീഅത്ത് അതൊരിക്കലും ഒരാളുടെ കൈകടത്തൽ കൊണ്ടോ, ഒരാൾ കള്ളത്തരം പറഞ്ഞതുകൊണ്ടോ, ഒരാളുടെ പ്രസംഗശേഷി കൊണ്ടോ, ഒരാളുടെ എഴുത്തിന്റെ വലുപ്പം കൊണ്ടോ, ഒരാളുടെ പാണ്ഡിത്യത്തിന്റെ വലുപ്പം കൊണ്ടോ അല്ലാഹു തആല കാത്തു സംരക്ഷിക്കും എന്ന ആ ഏറ്റെടുത്ത കാര്യം അല്ലാഹു ഒഴിവാക്കില്ല. മഹാന്മാർ തീർത്തിച്ച പാരമ്പര്യം അതാണ്, പണ്ഡിതന്മാർ പരസ്പരം കൈമാറിയ പദം അതാണ്. അബൂ മുഹമ്മദിന് ജുവൈനി തങ്ങളെ കുറിച്ചായി ഇമാമുൽ ഹറമൈനി ഇത് പറഞ്ഞത്. ഇത് ഖിയാമം വരെ നിലനിൽക്കും. അതുകൊണ്ടാണ് ശാഫിഈ മദ്ഹബ് ഖിയാമം വരെ ഈ സുന്ദരമായ സരണിയിലൂടെ നിലനിന്നിട്ടുണ്ടല്ലോ. ഞാൻ ചുരുക്കി വിവരിക്കട്ടെ. സാധാരണ നമ്മൾ ഫിഖ്ഹിന്റെ കിതാബിൽ ലളിതമായി ഓതുന്ന കിതാബാണല്ലോ ഫത്ഹുൽ മുഈൻ. ലളിതമായി ഓതേണ്ടതല്ല ഫത്ഹുൽ മുഈൻ കിതാബുൻ ശുഹ്ലുഹു അദബു ഹവാമിനൽ ഫിഖ്ഹി മാ ലം യഹ്ദിഹി കുതുബു. ഒരു കിതാബിലും ഇല്ലാത്ത ധാരാളം ഫിഖ്ഹിന്റെ നിയമങ്ങൾ ആ കിതാബിലുണ്ട്. അത് വല്ലാത്തൊരു കിതാബാണ് എന്ന് മഹാന്മാർ, അതിനെ പഠിച്ച മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്.
എന്ത് മസാലകൾ വന്നാലും ഫത്ഹുൽ മുഈൻ മാത്രം നോക്കിയിട്ട് അതിലതില്ലാതെ വരുമോ, അതിലില്ലാത്തത് എങ്ങനെ വേറെ കിതാബിൽ വന്നു എന്നായിരുന്നു മഹാന്മാർ ചിന്തിച്ചത്. ആര് 30-36 ഒക്കെ തവണ ഫത്ഹുൽ മുഈൻ ഓതുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, അന്നത്തെ വിദ്യാർത്ഥികൾ, വലിയ ആലിമീങ്ങൾ. വെളിയങ്കോട് തട്ടാങ്കര കുറ്റ്യാമ മുസ്ലിയാർ മഹാനിൽ നിന്ന് 30, 35, 40 ഒക്കെ തവണ ഫത്ഹുൽ മുഈൻ ഓതുന്ന വിദ്യാർത്ഥികൾ. അവരുടെ മകളെ കെട്ടിയ മഹാനായ പുതിയാപ്പളയാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരിൽ നമ്മളൊക്കെ വിളിച്ചു വരുന്ന മഹാൻ. ശൈഖുനാ ഖുതുബി തങ്ങളവர்களுം പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ റഹ്മഹുമല്ലാഹ്, ഈ രണ്ട് മഹാന്മാരും സ്റ്റേജിൽ കൂടിയാൽ ശൈഖുനാ ഖുതുബി അവർകൾ ദുആയിരക്കാൻ ഏൽപ്പിക്കുന്ന മഹാനാ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ആ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നവർ ഒരിക്കൽ പറഞ്ഞ ഒരു ചെറിയ കഥ. എന്താ കഥന്നോ? ഒരു വലിയൊരു മോചേര് ചെറിയൊരു കിതാബ് എന്റെ മുമ്പിൽ കൊണ്ടു കാണിച്ചു. അവരുടെ ഇബാറത്ത് കിട്ടിയതാ പറയുന്നത്. ഒരു വലിയൊരു മൂലയിൽ ഒരു ചെറിയൊരു കിതാബ് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അത്തഹിയാത്ത് ഓതുമ്പോ മസീഹുദ്ദജ്ജാലിനെ തൊട്ടും നരകത്തൊട്ടു തൊട്ടും മഹിയാമമാത്തിന്റെ ഫിത്നയെ തൊട്ടും അഊദു ബിക മിൻ ഫിത്നതി അഊദു ബിക മിൻ അദാബിൽ ഖബർ ഈ 4 കാര്യത്തെ തൊട്ടും കാവലിനെ തേടാതെ ഒരാൾ സുന്നത്താവട്ടെ ഫർളാവട്ടെ നിസ്കരിച്ചാൽ ഈ 4 തൊട്ടും അത്തഹിയാത്തിൽ കാവലിനെ തേടിയിട്ടില്ലെങ്കിൽ കറാഹത്താണ് എന്ന് ഒരു ചെറിയ കിതാബ് ഒരു വലിയൊരു മൂലയിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ വിചാരിച്ചു നമ്മളെ ഫത്വയിലൊന്നും ഇതില്ലേ. ഈ ചെറിയൊരു കിതാബ് കൊടുന്ന് കാണിച്ചപ്പോ നമ്മളെ ഫത്ഹുൽ മുഈനിലൊന്നും ഇല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഫത്ഹുൽ മുഈൻ എടുത്ത് മറിച്ചു നോക്കിയപ്പോ അതുകൊണ്ട് ഫത്ഹുൽ മുഈനില്ലേ. മൂപ്പർ പറഞ്ഞ അത് ഉദ്ധരിച്ചതുപോലെ തന്നെ ഞാൻ ഉദ്ധരിക്കാം. ഞാൻ ഫത്ഹുൽ മുഈൻ എടുത്ത് മറിച്ചു നോക്കിയപ്പോ അതുകൊണ്ട് ഫത്ഹുൽ മുഈനില്ലേ. വ്യക്തമായി അതാ ഫത്ഹുൽ മുഈൻ. അത് ഫത്ഹുൽ മുഈനിൽ മഹാനർ കണ്ടു. പക്ഷെ നമ്മൾ ചിലപ്പോ കണ്ടോണ്ടെന്നില്ല. നമ്മുടെ മുസ്ലിയാർ കുട്ടികളും മുതഅല്ലിമീങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മളും മഹാനായ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആ ചെറിയ കിതാബിൽ എവിടെ നിന്നോ ഒരു ആലിമ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ അതും ഫത്ഹുൽ മുഈനിൽ നോക്കുമ്പോ അതുണ്ട് എന്ന് പറഞ്ഞ ആ ഭാഷ ഉൾക്കൊള്ളുന്ന തരത്തിൽ എല്ലാ ഫിഖ്ഹും ഉൾക്കൊള്ളിച്ച സുഹ്ഫയിലുള്ള മിക്ക മുസ്അലകളും മുഴുവൻ ഉൾക്കൊള്ളിച്ച രത്നചുരുക്കമായ കിതാബാ ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിൽ ഖളാഇന്റെ ബാബിൽ മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം സഗീർ എന്ന് നമ്മൾ വിളിക്കുന്ന മഹാനർ തന്നെ തംബീഹുൻ എന്നിട്ടുകൊണ്ട് ഫത്ഹുൽ മുഈനിൽ കാണിക്കുന്നതുണ്ടല്ലോ. ഒന്നാമത്തെ തംബീഹ് എന്താണെന്നറിയോ? ഫത്ഹുൽ മുഈനിൽ കാണാം نقل القرافي وابن الصلاح الإجماع على أنه لا يجوز الحكم بخلاف الراجح في المذهب. മദ്ഹബിൽ റാജിഹായത് എന്താണോ, അതായത് ബലപ്പെട്ട അഭിപ്രായം എന്താണോ മദ്ഹബിൽ, അതുകൊണ്ടല്ലാതെ ഫത്വ നൽകിക്കൂടാ എന്ന് ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഖറാഫിയും ഇബ്നു സലാഹും. വബിഅദമിൽ ജവാസ് സ്വറഹ സുബ്കി ഫീ മവാളിഅ മിൻ ഫതാവാഹു. ഇമാം സുബ്കി തന്റെ ഫതാവയിൽ ഇത് ജായിസല്ലെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാത്വാൽ വളരെ സുദീർഘമായും അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വജഅല ദാലിക മിനൽ ഹുക്മി ബിഖിലാഫി മാ അൻസലല്ലാഹ്. അല്ലാഹു തആല അവതരിപ്പിച്ചതിനെതിരിൽ വിധിക്കുക എന്നതിലാണ്, റാജിഹിനെതിരിൽ വിധിക്കുക എന്നതിനെ മഹാന്മാരാക്കിയത് ഇമാം സുബ്കി തങ്ങളാക്കിയത്. എന്ത്? വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലാഹു ഇറക്കിയ ഖുർആനിന് വിരുദ്ധമായി ഒരാൾ വിധിയിറക്കിയാൽ അവർ അക്രമിയാകുന്നു, കാഫിറാകുന്നു, ഫാസിഖാകുന്നു എന്നൊക്കെ ഖുർആൻ ഉദ്ധരിച്ച ആ വകയിൽപ്പെടുത്തി മദ്ഹബിൽ ബലപ്പെട്ടതല്ലാത്തത് മദ്ഹബിന്റെ പേരിൽ ഒരാൾ പറഞ്ഞാൽ എന്ന് ഇജ്മാ ഉദ്ധരിച്ചുകൊണ്ട് തംബീഹുൻ എഴുതിയിട്ട് ബാബുൽ ഖളാഇൽ ഫത്ഹുൽ മുഈനിൽ കാണാം. അല്ലെ? ഫത്ഹുൽ മുഈൻ മദ്ഹബിൽ റാജിഹ് എന്ന് തിരിയാൻ എന്താണ് മാർഗം? മദ്ഹബിൽ എത്രയോ ആലിമുകളുണ്ട്, കോടാനുകോടി ആലിം, ഗ്രന്ഥങ്ങൾ ധാരാളം ഇറക്കിയ ആലിമുകളുണ്ട് മദ്ഹബിൽ. ആ മദ്ഹബിൽ അവരുടെ വലിപ്പം കൊണ്ട് പറഞ്ഞതൊന്നും മഹാന്മാരായിക്കൊള്ളണമെന്നില്ല. ഞാനിപ്പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മദ്ഹബിന്റെ അടിസ്ഥാനപരമായ കാര്യം. വളരെ വലിയ മഹാന്മാർ നമ്മുടെ മദ്ഹബിൽ കടന്നുപോയിട്ടുണ്ട്. ആയിരക്കണക്കിന് വാല്യങ്ങൾ സുദീർഘമായ കിതാബുകൾ രചിച്ച മഹാന്മാർ, എണ്ണക്കണക്കിന് കിതാബുകൾ രചിച്ച മഹാന്മാർ, എത്രയോ വലിയ കിതാബുകളും തഫ്സീറുകളും ഹദീസുകളും രചിച്ച മഹാന്മാർ,
1000 വാല്യമുള്ള തഫ്സീർ ഗ്രന്ഥം എഴുതിയിട്ടുള്ള മഹാൻ ഇബ്നു ഷാഹീൻ ഇമാം ശാഫിഈ മദ്ഹബുകാരനാണ്. പക്ഷേ ശാഫിഈ മദ്ഹബിൽ ഇബ്നു ഷാഹീനിന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബലപ്പെട്ട അഭിപ്രായമാക്കാൻ നിവൃത്തിയില്ല. 330 ഗ്രന്ഥങ്ങൾ ഇബ്നു ഷാഹീൻ തങ്ങൾ അവർകൾ എഴുതിയിട്ടുണ്ട്. 330 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ഗ്രന്ഥമാണ് 1000 വാല്യമുള്ള തന്റെ തഫ്സീർ, ഖുർആനിന്റെ തഫ്സീർ. മലയാളത്തിലെ പരിഭാഷ നോക്കിയിട്ട് ഖുർആനിനെ വിലയിരുത്തിയിട്ട് ഇമാമിയങ്ങളെ തള്ളിപ്പറയുന്നവരും ചിന്തിക്കണം. മഹാനായ ഇമാം ഇബ്നു ഷാഹീൻ തങ്ങൾ അവർകൾ എഴുതിയ 1000 വാല്യങ്ങളുള്ള തഫ്സീർ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ 600 വാല്യമുള്ള തഫ്സീർ ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ലക്കണക്കിന് തഫ്സീറുകളുണ്ട്. ഈ 330 ഗ്രന്ഥങ്ങളിൽ ഇമാം ഇബ്നു ഷാഹീൻ തങ്ങൾ അവർക്കൊരു മുസ്നദുണ്ട്, ഹദീസിന്റെ കിതാബ് മുസ്നദ് ഇബ്നു ഷാഹീൻ. 1600 വാല്യങ്ങളാണ്. 1600 വാല്യമുള്ള ഒരു കിതാബ് ഈ 330 ഗ്രന്ഥത്തിലുള്ള ഒരു കിതാബാണ്. ഒരു കിതാബ് ഇത്തരം വല്ലക്കണക്കിന് ആയിരക്കണക്കിന് വാല്യങ്ങളുള്ള 330 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഇമാമാണ് ഇബ്നു ഷാഹീൻ. മഹാനർ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബിന് റാജിഹല്ല. 500 കിതാബുകൾ രചിച്ചിട്ടുള്ളവരും മുജ്തഹിദാണെന്ന് വരെ സ്വയം ധരിക്കുകയും അവകാശപ്പെടുകയും ചെയ്തിട്ടുള്ളവരുമായിരുന്നു ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ. സമകാലീനരായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയപ്പോൾ മഹാനർ തന്റെ അവകാശവാദത്തിൽ നിന്ന് പിൻവാങ്ങിയതും മഹാനരുടെ ധർമ്മബോധമാണ്, സത്യബോധമാണ്, അള്ളാഹുവിനെ കുറിച്ച് പേടിയാണ്. ആ ഇമാം സുയൂത്തി വല്ലക്കണക്കിന് തഫ്സീറുകളും വല്ലക്കണക്കിന് കിതാബുകളായി ഈ 500 ഗ്രന്ഥത്തിന്റെ പ്രതികൾ ഓരോന്നെന്ന് പറഞ്ഞാൽ അതിലേറെ എത്ര കിതാബുണ്ടാക്കിയവർ. ശാഫിഈ മദ്ഹബിൽ തന്നെ യമീം എന്ന പ്രദേശത്ത് വെച്ച് മാത്രം 1000 വാല്യങ്ങൾ ഗ്രന്ഥമുണ്ടാക്കിയിട്ടുള്ള മഹാനാൻ അശ്ശൈഖ് അബ്ദുറഹ്മാൻ അൽ ഖൂഫി മഹാനവർകൾ. നിങ്ങൾ നോക്കൂ, 1000 വാല്യം ഷാഫിഈ മദ്ഹബിൽ. ഇന്ന് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായി നമ്മൾ വിലയിരുത്തുന്ന തുഹ്ഫ 10 വാല്യമാണ്. 10 വാല്യം. ആ 10 വാല്യം ജീവിത കാലമാസകലം ഇരുന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് വരും വേണ്ടതുപോലെ. ആ 10 വാല്യങ്ങളെപ്പോലെ 1000 വാല്യം ഗ്രന്ഥം രചിച്ചവർ നമ്മുടെ മദ്ഹബിലെ പണ്ഡിതന്മാരിലുണ്ട്. ഈ പണ്ഡിതന്മാരുടെ ബലവും വണ്ണവും കിതാബുകളുണ്ടാക്കിയ വലിപ്പവും എഴുത്തിന്റെ വലിപ്പവും നോക്കിയിട്ട് റാജിഹാണ് മദ്ഹബിൽ പ്രബലമാണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ നിലകളും അവരുടെ അവസ്ഥകളും ആര് പറയുന്നതാണ് ശരിയെന്നും തിരിയാൻ ശാഫിഈ ഫിഖ് കൈകാര്യം ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് കാലമായി അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മാർഗം മഹാന്മാര് കാണിച്ചു തന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ, കോടിക്കണക്കിന് കിതാബുകൾ ഉണ്ടാക്കിയ ഇമാമുകൾ, കഴിഞ്ഞുകടന്ന ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ആ മദ്ഹബിലാണ്. കേവലം ബുഖാരിയിലെ ഹദീസ് പിടിച്ചിട്ടോ മുസ്ലിമിലെ ഹദീസ് പിടിച്ചിട്ടോ തങ്ങൾക്ക് തോന്നുന്ന അർത്ഥം വെച്ചിട്ട് ആ ഹദീസിന് വിരുദ്ധമാണ് മദ്ഹബിന്റെ നിയമം എന്ന് ചിലരൊക്കെ ജൽപ്പിക്കുന്നത്. അതെത്രമാത്രം കഠിനതരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കൂ. ഈ കോടാനുകോടി ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മഹാന്മാരായ ഇമാമുകളും അവരുടെ മാഹാത്മ്യം കൊണ്ടും വലുപ്പം കൊണ്ടും കിതാബിന്റെ ഗൗരവം കൊണ്ടും മദ്ഹബിൽ പ്രബലമാണെന്ന് നമുക്ക് വിധിയെഴുതാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് മുതാഖിരീങ്ങളായ എന്നുവേണ്ട ഏതാണ്ട് ഒരുപാട് ആലിമീങ്ങൾ, ശാഫിഈ മദ്ഹബിലെ ആലിമീങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർകൾ രേഖപ്പെടുത്തുന്നു. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ രേഖപ്പെടുത്തുന്നു, ഇമാം നവവിയും ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുമാ ഈ 2 മഹാന്മാരും പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ ഏത് കിതാബിൽ കണ്ടാലും ഈ ശൈഖൈൻ ഇമാം നവവി ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുമാ ശറഫും ഫളലും ഒക്കെ നിങ്ങൾക്കറിയാം. ഇമാം റാഫിഈ ഇമാം നവവി, ഈ ഇമാം നവവിയും ഇമാം റാഫിഈയും ഒരു കാര്യം രേഖപ്പെടുത്തിയാൽ അതിന് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ قد أجمع المحققون على أن الكتب المتقدمة على الشيخين إمامي المذهب عبد الكريم الرافعي والإمام يحيى النووي رضي الله عنهما. മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ മുഴുവൻ ഏകോപിച്ചിരിക്കുന്നു ശൈഖൈനിക്ക് മുൻപുള്ള കിതാബുകൾ. ശൈഖൈനി എന്ന് പറഞ്ഞാൽ ഇമാം റാഫിഈയും ഇമാം നവവിയും, ഇവർ 2 പേർക്കും മുമ്പുള്ള കിതാബുകൾ ലാ യുസദ്ദു ബിശൈഇൻ മിൻഹാ, അവയിൽ നിന്ന് ഒന്നും വിലവെക്കപ്പെടുകയില്ല. ഇല്ലാ ബഅദ കമാലിൽ ബഹ്തി വത്തഹ്രീർ, ശക്തമായ പൂർണ്ണമായ പരിചിന്തനത്തിനും ആലോചനക്കും ശേഷമല്ലാതെ
ഒരു കിതാബും ഇവക്ക് മുമ്പുള്ളത് പരിഗണിക്കാൻ പറ്റില്ല. ഈ പരിചിന്തനം കൊണ്ട് ബോധ്യപ്പെടണം അതാണ് മദ്ഹബിൽ റാജിഹ് എന്ന്. നമുക്കതിന് മാർഗമില്ല. അതുകൊണ്ട് മുഹദ്ദിസീങ്ങൾ ഏകോപിച്ചിരിക്കുന്നു. ഇമാം നവവിയും ഇമാം റാഫിയും പറഞ്ഞതിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞുകൂടാ എന്ന്. അവർക്കെതിരെ ഒന്നും വിധി കൽപ്പിച്ചുകൂടാ. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് ഇത് തന്നെ തംബീഹുൻ സാനിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫത്ഹുൽ മുഈനിലുണ്ട്. നമ്മുടെ ഫത്ഹുൽ മുഈനിൽ ബാബുൽ ഖലായിൽ തംബീഹുൻ സാനിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവിയും റാഫിയും പറഞ്ഞതിനപ്പുറം പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. എപ്പോഴും ഉപകാരപ്പെടുന്ന വിഷയമാണിത്. ഇമാം നവവിയും റാഫിയും പറഞ്ഞാൽ അതിനെതിരെ ഏത് വലിയ കിതാബ് നിരത്തിയാലും ശാഫിഈ മദ്ഹബിൽ റാജിഹാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് മാർഗവുമില്ല, നമുക്ക് വഴിയുമില്ല. ഇമാം നവവിയും റാഫിയും പറയുന്നതാണ് ശരി. ഇമാം നവവിയും റാഫിയും പറഞ്ഞത് തന്നെയും ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തി നോക്കുമ്പോൾ അവർക്കിടയിലും ഭിന്നിപ്പ് വരാവുന്നതുകൊണ്ടും ഇമാമുകൾക്ക് അതിൽ മാനദണ്ഡമുണ്ട്. അവർ രണ്ടുപേരും ഭിന്നിച്ചാൽ നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നതാണ് പ്രബലം, അതാണ് മദ്ഹബിൽ റാജിഹ്. അതിനു മുൻപുള്ള ഏത് മഹാൻ പറഞ്ഞാലും ഇമാം നബി പറഞ്ഞതിനെതിരാണെങ്കിൽ അത് റാജിഹല്ല. വഇൻ വജദ ലി അഹദിഹിമാ ദൂനൽ ആഖരി ഫൽമുഅ്തമദു തർജീഹി അലൽ ഖുർദി. ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തങ്ങൾ അവர்கள் ഇമാം ഇബ്നു ഹജറിന് ശേഷം ലോകം കണ്ട മുഹദ്ദിസ് എന്ന് വിശേഷിപ്പിക്കാം ഇമാം ഖുർദിയെ. ആ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തങ്ങൾ അവர்கள் പറയുന്നു ഇമാം നവവി പറഞ്ഞതാണ് അവർക്കിടയിൽ ഭിന്നിപ്പ് വന്നാൽ പ്രബലമാക്കേണ്ടത്. ഇരിക്കട്ടെ, നവവിയുടെക്കും ധാരാളം കിതാബുണ്ട്. എത്രയോ കിതാബുകൾ ഇമാം നവവിക്കുണ്ട് വിവിധ ഫന്നുകളിൽ. ഓരോ കിതാബുകളും വലിയ ബഹറുകളാണ്. അവസാനം മഹാൻ എഴുതിയ കിതാബാണ് മജ്മൂഅ് എന്ന പേരിൽ മഹാനർ നാമകരണം നൽകിയ ശറഹുൽ മുഹദ്ദബ്. അബൂ ഇസ്ഹാഖ് ശിറാജ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ മുഹദ്ദബിന് മഹാൻ എഴുതിയ ശറഹുൽ മുഹദ്ദബ് എന്ന എന്റെ ഈ കിതാബ് ശറഹുൽ മുഹദ്ദബ് മാത്രമല്ല, ശറഹുൽ മദ്ഹബ്, ഇത് മദ്ഹബിന്റെ തന്നെ ശറഹാകുന്നു. ബല്ലി മദാഹിബിൽ ഉലമാ, ഇത് എന്റെ മദ്ഹബിന് മാത്രമല്ല എല്ലാ ആലിമീങ്ങളുടെയും മുജ്തഹിദുകളുടെയും മദ്ഹബുകളെ ശറഹ് ചെയ്യുന്ന കിതാബാകുന്നു എന്നാണ് ഇമാം നവവി തന്നെ തന്റെ ആ കിതാബിനെ കുറിച്ച് പ്രതിപാദിച്ചത്. അതാണ് ശറഹുൽ മുഹദ്ദബ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അള്ളാഹുവിന്റെ വിധി മുൻകടന്നു. മഹാനർ ബാബുർ റിബ എന്ന പലിശയെക്കുറിച്ച് പറയുന്ന അധ്യായത്തിലെത്തിയപ്പോഴേക്കും മഹാനർ വഫാത്തായി. അവിടെ നിന്ന് പൂർത്തിയാക്കാൻ മഹാനർക്ക് കഴിഞ്ഞിട്ടില്ല. ബാബുർ റിബ വരെ മാത്രമേ മജ്മൂഅ് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുള്ളൂ. ഈ മജ്മൂഅ് ഒരൊറ്റ മജ്മൂഅ് തന്നെ മഹാനർ പറയുന്നത് ഉലമാഇന്റെ മദ്ഹബുകൾ മുഴുവൻ ലുഗത്ത് അതിലുണ്ട്, ഹദീസ് അതിലുണ്ട്, മറ്റു പലതും അതിലുണ്ട്, ഇല്ലാത്ത വിജ്ഞാനം ഒന്നുമില്ല. ആ വിധം എഴുതിയിരിക്കുന്ന ഇമാം നവവിയുടെ കിതാബുകൾ ഓരോന്നും ഉപയോഗിച്ചിരുന്ന ആലിമുകൾക്കും മുതഅല്ലിമുകൾക്കും അറിയാം എത്ര വലിയ സമുദ്രങ്ങളാണ് ആ കിതാബുകളെന്ന്. അത്ര സമുദ്ര സമാനമായ ധാരാളം കിതാബുകളുണ്ട് ഇമാം നവവിയുടെ കിതാബിലും ഉണ്ട് പരസ്പരം വൈരുദ്ധ്യം. ഒരു കിതാബിൽ പറഞ്ഞതെതിരെ മറ്റേ കിതാബിൽ കാണും. ഇത് കേട്ടിട്ട് പുതിയ ആളുകളൊന്നും മൂക്കത്ത് വിരൽ വെക്കണ്ട, അങ്ങനെ കാണും. അതാണ് ഞങ്ങളുടെ ഇമാമുകളുടെ മികവ്. അല്ലാഹുവിനെ കുറിച്ച് അവരുടെ ബോധം. ദലീലുകളും രക്ഷകളും കണ്ടാൽ അത്ര പരിചിന്തനം നടത്തിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞത് അതാണല്ലോ എന്നാലോചിച്ച് അതിന്മേൽ കടിച്ചു തൂങ്ങാതെ ലക്ഷ്യവും സത്യവും ബോധ്യപ്പെട്ടാൽ മടങ്ങുന്ന പ്രകൃതവും അതിനുവേണ്ടി വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന പ്രകൃതവുമാണ് ഞങ്ങളുടെ മദ്ഹബിന്റെ ഇമാമുകൾക്ക്. അത്ര വിശാലമായി അവർ പരിചിന്തനം നടത്തി വെച്ചതുകൊണ്ടാണ് മദ്ഹബിൽ ഇനി ഒരു വള്ളിപ്പുള്ളി നമുക്ക് പരിചിന്തനം നടത്താൻ അവശേഷിക്കുന്നില്ല എന്ന് നമ്മളെല്ലാവരും പറയുന്നത്. ഇമാം നവവി കാണാത്ത സഹീഹുൽ ബുഖാരി ഇനി ഇവിടെയില്ല, ഇമാം നവവി കാണാത്ത സഹീഹ് മുസ്ലിം ഇനി ഇവിടെയില്ല, ഇമാം നവവി കാണാത്ത സുനനി ഇവിടെയില്ല. അതുകൊണ്ട് നബി ഇമാമിന്റെ കിതാബിലുള്ളതിനെതിരായിട്ട് ഈ ഹദീസിന്റെ കിതാബുകളിൽ വല്ല കുന്തും ഹദീസ് കിട്ടിയാൽ ആ ഹദീസിന് വിരുദ്ധമാണ് നബി പറഞ്ഞതെന്ന് നിങ്ങൾ ആരും പറഞ്ഞു പോകരുത്, അത് വിവരക്കേടാൻ. അതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിയങ്ങൾ പരിചിന്തനത്തിന് മേൽ പരിചിന്തനം നടത്തിയിട്ട് വീണ്ടും വീണ്ടും അഭിപ്രായങ്ങൾ മാറി മാറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിതാബുകളിൽ കാണുകയും ചെയ്യും. എന്നാൽ ശാഫിഈ മദ്ഹബുകാർ കുഴങ്ങുമോ? ഇല്ല. ശാഫിഈ മദ്ഹബുകാർ
ശാഫിഈ മദ്ഹബിനെയാണ് പിൻപറ്റിയത്. ശാഫിഈ മദ്ഹബ് എന്നതിന് വ്യവസ്ഥയുണ്ട്, ശരിയായ മാർഗമുണ്ട്, ശരിയായ രേഖയുണ്ട്, ശരിയായ അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനമാണ് ഈ പറയുന്നത്. ഇത് എല്ലാവർക്കും പറ്റും. പുതിയ വാദങ്ങൾ വരുമ്പോൾ പിഴക്കാതിരിക്കാൻ സാധാരണക്കാർക്കും പറ്റും. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ വിരുദ്ധമായാൽ അതിൽ നിന്ന് ഏറ്റവും അധികം പ്രാമാണ്യം കൽപ്പിക്കേണ്ടത് അവസാന ഗ്രന്ഥം എന്ന നിലയ്ക്ക് മഹാനുകൾ രചിച്ച മജ്മൂഅ് ആണല്ലോ. പക്ഷേ മജ്മൂഅ് എന്ന കിതാബ് വളരെ വിശാലമാണ്. ധാരാളം കാര്യങ്ങൾ വളരെ വിശദമായി വിവരിച്ചിട്ടുള്ള കിതാബ്. അതുകൊണ്ട് അത് മഹാനർ വളരെ രത്നച്ചുരുക്കമാക്കിയിട്ട് ചുരുക്കിയ ഒരു കിതാബുണ്ട്. മജ്മൂഇൽ മഹാനർ എഴുതിയത് വളരെ തൽഖീസ് ചെയ്ത ഒരു കിതാബ്. ആ കിതാബിന്റെ പേരാണ് തഹ്ഖീഖ്. മഹാനരുടെ ആ തഹ്ഖീഖ് എന്ന കിതാബാണ് മജ്മൂഇൽ നിന്നും വീണ്ടും മഹാനർ രത്നച്ചുരുക്കമാക്കിയിട്ട് കുറിച്ചിട്ടുള്ളത് കൊണ്ട് فإن تخالفت كتب النووي فالغالب أن المعتمد التحقيق. ഇമാം നവവിയുടെ കിതാബുകൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം തോന്നിയാൽ ശാഫിഈ മദ്ഹബുകാരൻ കുടുങ്ങണ്ട, വിഷമിക്കണ്ട, മദ്ഹബ് തിരിയാതെ അന്തം വിടണ്ട, അവൻ കണ്ണഞ്ചി പോകണ്ട. കണ്ടതും കേട്ടതും ഏതെങ്കിലും ഗൾഫിൽ നിന്നൊരു കിതാബ് മേടിച്ചു കൊണ്ടുവന്നതും വായിച്ചിട്ട് വഴലും മുറുതിയും പറഞ്ഞ് നിലവിളിക്കണ്ട. അതിന് മാർഗം ശാഫിഈ മദ്ഹബിലും ഉസൂലിലുമുണ്ട്. ഇമാം നവവിയുടെ കിതാബുകൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം തോന്നിയാൽ അവിടെ ഏറ്റവും പ്രാമാണ്യത കൽപ്പിക്കേണ്ടത് തഹ്ഖീഖ് എന്ന കിതാബാണ്. ഫൽമജ്മൂഅ് പിന്നെ മജ്മൂഅ് എന്ന ശറഹുൽ മുഹദ്ദബാണ്. ഫത്തൻഖീഹ് പിന്നെ തൻഖീഹ് എന്ന കിതാബാണ്. ഫർറൗള പിന്നെ റൗള എന്ന കിതാബാണ്. വൽ മിൻഹാജ് മിൻഹാജുമാൻ. വനഹ്വു ഫതാവ തന്റെ ഫതാവകൾ പോലുള്ളതുമാണ്. ഫശറഹ് മുസ്ലിം. അത് കഴിഞ്ഞിട്ടാണ് ശറഹ് മുസ്ലിം എന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഗ്രന്ഥത്തിന് വ്യാഖ്യാനമായി താൻ കുറിച്ചിട്ടുള്ള ശറഹ് മുസ്ലിമിൽ താൻ പറഞ്ഞ ഫിഖ്ഹ്. ശറഹ് മുസ്ലിം ഇപ്പൊ പറ്റുമോ? മറ്റേ മുസ്ലിയാരുടെ എന്നോട് ചോദിച്ചാൽ ആ ശറഹ് മുസ്ലിമിൽ പറഞ്ഞാൽ പറ്റുമോ? എന്താ കുട്ടിയെ ശറഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിന്റെ കിതാബാന്ന് എന്നോട് ചോദിച്ചു. ശറഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അതിനോട് അങ്ങോട്ട് ചോദിച്ചു. മുസ്ലിമിന്റെ ശറഹ് എന്നാ കുട്ടി പറഞ്ഞു. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചു. അത് ഹദീസിന്റെ കിതാബ്. അപ്പൊ മുസ്ലിം എന്ന ഹദീസിന്റെ കിതാബിന്റെ ശറഹ് അല്ലേ? അതിൽ ഫിഖ്ഹ് പറഞ്ഞാൽ പറ്റൂലേ? ഫിഖ്ഹ് പറഞ്ഞാൽ പറ്റൂലേ? ഫിഖ്ഹിന്റെ കിതാബല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. എന്താ അതങ്ങനെ ചോദിക്കാം? അല്ല, ഇയാള് പ്രസംഗിച്ചു നടക്കുന്നുണ്ട്. സംസ്ഥാനക്കാര് ഹദീസിന്റെ ശറഹുകളിലോ വ്യാഖ്യാനങ്ങളിലോ തസൗഫിന്റെ കിതാബിലോ ഫിഖ്ഹ് പറഞ്ഞാൽ എടുക്കാൻ പറ്റൂല സംസ്ഥാനക്കാർ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒട്ടാകെ സാക്ഷി നിർത്തി പറയട്ടെ, സംസ്ഥാനക്കാരിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതൻ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലോ തസൗഫിന്റെ കിതാബുകളിലോ ഫിഖ്ഹ് പറഞ്ഞാൽ അതാർക്കും എടുക്കാൻ പറ്റില്ല എന്ന് എവിടെയെങ്കിലും മലയാളത്തിലോ അറബിയിലോ മറ്റേതെങ്കിലും ഭാഷയിലോ രേഖപ്പെടുത്തിയതുണ്ടെങ്കിൽ മൂക്ക് കീഴ്പോട്ടുള്ള ഏതെങ്കിലും മറുപക്ഷത്തുള്ള മൗലിയന്മാർക്കോ ഈ എപി ഭാഗത്തിൽപ്പെട്ട നിർവ്വാണം മുടക്കുന്ന വാർത്തകന്മാർക്കോ അത് തെളിയിക്കുവാൻ തന്റെ ഇടമുണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചോ ഒരു ഇടത്ത് വെച്ചോ ഒരുമിച്ച് കൂടിയിട്ടത് കാണിക്കോ? തൊണ്ടകീറി പറഞ്ഞതുകൊണ്ടായില്ല. ഹദീസിന്റെ കിതാബുകളിലോ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലോ ഇമാം അദ്കാർ, ഇമാം നവവിയുടെ അദ്കാർ, ഇമാം നവവിയുടെ റിയാദുസ് സ്വാലിഹീൻ ഇതിലൊക്കെ പറഞ്ഞത് ദുഷ്ടിയിലും കൂടിണ്ട്. വെറുതെ അങ്ങ് പറയാ. ഒരുത്തൻ അങ്ങനെ എന്നിട്ട് അങ്ങനെ പ്രസംഗിക്കാൻ മണിക്കൂറുകൾ വെറുതെ. ഒരെതിരും ആരുമില്ല. ആരാ എതിര്? ഉണ്ട്, സാങ്കല്പികെതിര്. ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിന്നിട്ട് പ്രസംഗിച്ച് ശീലമുള്ള ചില ആളുകൾ ഉണ്ടാവും. കുട്ടിക്കാലത്ത് പ്രസംഗം പഠിക്കാൻ മാവിൻ തോട്ടത്തിലേക്കോ റബ്ബർ തോട്ടത്തിലേക്കോ പോയി പ്രസംഗം പഠിച്ചു കാണും. അങ്ങനെ ശീലിച്ച പ്രസംഗത്തിൽ അങ്ങനെ പറയാ, ഈ മാവുകളും ഈ റബ്ബറുകളും എല്ലാം നമ്മുടെ എതിരാളികളാണെന്ന് സങ്കല്പിച്ചിട്ട് നീ പറഞ്ഞോ റബ്ബർ, നീ പറഞ്ഞോ മരം എന്ന് പറഞ്ഞ് ശീലിച്ചവർ, അവർക്കിത് പറയാതെ കഴിയില്ല. അവർ ശത്രുവിനെ സങ്കല്പിച്ച് അവർക്ക് പ്രസംഗിക്കാൻ പറ്റും. ഇതാര് ശീലിച്ച സംഘടനാ ശാസ്ത്ര. പക്ഷെ ഞങ്ങൾക്കത് ഒരിക്കലും സ്വീകാര്യമല്ല, ഞങ്ങളത് നോക്കാറില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് എണ്ണം കൂടി പെരുകാത്തത്. അങ്ങനെ പെരുകണ്ടേന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. എണ്ണം കൂടി ഇത് പെരുകണ്ടേന്ന് ഞങ്ങൾക്ക് ആഗ്രഹവും ഉണ്ട്. സത്യം മനസ്സിലാക്കി ബോധമുള്ളവർ മാത്രം നമ്മുടെ പണ്ഡിതന്മാരെ അനുകരിച്ചാൽ മതി. അല്ലെങ്കിൽ സംഘടന വളർത്തണം എന്നുദ്ദേശമുള്ളവരല്ല ഞങ്ങൾ. സംഘടന നിലക്കൊള്ളുന്നത് ആശയങ്ങൾക്ക് വേണ്ടിയാണ്. ആ ആശയങ്ങൾ ഇവിടെ നിലക്കൊള്ളണമെന്നേ ഞങ്ങൾക്കുള്ളൂ. മുബത്തദിന്റെ പേരിലും മുജാഹിദ് ജമാഅത്തുകാരുടെ പേരിലും മയ്യത്ത് നമസ്കരിക്കൽ എന്താണ്? അത് സംബന്ധിച്ചുള്ള ആശയം ഇവിടെ നിലനിൽക്കണം. അതിന് സംസ്ഥാനയിലേക്ക് ആരും വരണ്ട.
സംസ്ഥാനക്കാർ ആശയം പറയുന്നത് സത്യമായ ആശയം ഇവിടെ നിലനിൽക്കാനാണ്. എല്ലാ വിഷയത്തിലും ആശയവും നിലനിൽക്കണം. അതൊരു മുസ്ലിയാർ പറഞ്ഞാൽ ആ മുസ്ലിയാർക്ക് ഇന്ന് ലോകം വില കൽപ്പിക്കില്ല, ഒരാളല്ലേ എന്ന് പറയും. അതുകൊണ്ടാണ് സമസ്ത എന്നതുപോലുള്ള സംഘടനകൾ അപ്പുറം നിൽക്കുമ്പോൾ, മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അപ്പുറം നിൽക്കുമ്പോൾ, ഒരു സംഘടനയുടെ കൊടിക്കീഴിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്, നമ്മുടെ പണ്ഡിതന്മാർ ഒന്നിച്ചിരിക്കുന്നത്, അവർക്ക് പിന്നിൽ ഞങ്ങൾ കുട്ടികൾ, ഫെഡറേഷൻകാരും യുവജനങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അല്ലാതെ സംഘടന വളർത്താനല്ല. അതുകൊണ്ട് ആളുകൾ അധികം വന്നിട്ട് ഈ സംഘടന പൊളിക്കണ്ട. അള്ളാഹു ആ വിധത്തിലുള്ള ദുര്യോഗം നമുക്ക് നൽകാതിരിക്കുമാറാവട്ടെ. ഖിയാമം വരെ സത്യത്തിലൂടെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ സംഘടന വരണം എന്ന നിലയിലല്ല നമ്മൾ പറയുന്നത്. സംഘടന വളർത്തണമെങ്കിൽ വേണ്ട ഒരു ശാസ്ത്രം, ഒരു ഒന്നാമത്തെ തത്വത, മുഖ്യ പ്രതിപക്ഷം വേണം. മുഖ്യ ശത്രുവിനെ സങ്കല്പിച്ചിട്ട് ആ മുഖ്യ ശത്രുവിനെ വെച്ചിട്ട് വേണം കരുത്ത് നീക്കാൻ. അപ്പോഴേ സംഘടന വളരും. അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് പഠിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടുള്ള ആളുകളെ. അത് വെച്ചിട്ടായി പറയുന്നത്. ഓരോന്നിനും ശത്രുവിനെ എങ്ങനെ സങ്കല്പിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാത്തവരെ. ഇങ്ങനെ ഒരു ശത്രുവും പറഞ്ഞിട്ടില്ല കുട്ടികളെ. എല്ലാ കുട്ടികളും മനസ്സിലാക്കണം, അങ്ങനെ ഒരു ശത്രുവും പറഞ്ഞിട്ടില്ല. ശറഹ് മുസ്ലിമിൽ ഫിഖ് പറഞ്ഞാലും സ്വീകരിക്കും. പക്ഷേ ശറഹ് മുസ്ലിമിന്റെ വിഷയം നോക്കിയിട്ടും, തസൗഫിന്റെ കിതാബ് നോക്കിയിട്ടും മറ്റ് ഫിഖിന്റെ കിതാബുകൾക്കെതിരാകുമ്പോൾ ഫിഖിന്റെ കിതാബുകൾ കർപ്പിക്കുന്ന മുൻഗണന മാറ്റി നിർത്തിയിട്ട് വിഷയം മാറിപ്പോയ ഫിഖിനിക്ക് ബലം കൽപ്പിക്കൂല. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല. ഒരു ചെറിയ ഫവായിദുൽ മക്കിയ എന്ന് പറയുന്ന കിതാബെങ്കിലും ഓതണ്ടേ, അല്ലെങ്കിൽ മുതാലാറ്റ് ചെയ്യണ്ടേ. ഈ തെർശീഹ് എന്ന് പറയുന്ന ഫത്ഹുൽ മുഈനിന്റെ ഹാശിയാണല്ലോ. ഈ തെർശീഹ് എന്ന് പറയുന്ന കിതാബിന്റെ മുസന്നിഫിനുള്ള ചെറിയ കിതാബാണ് അൽ ഫവായിദുൽ മക്കിയ എന്ന കിതാബ്. അത് വലുതായി നോക്കാൻ വയ്യെങ്കിൽ മുഖ്തസറുൽ ഫവായിദുൽ മക്കിയ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കാവുന്ന ചെറിയൊരു കിതാബുണ്ട്. അത് നോക്കിയാലും തിരിയും. ഫിഖിന്റെ കിതാബുകൾ മുൻഗണന ഫിഖ്, ഹദീസിന്റെ കിതാബുകളിൽ ഫിഖ് പറഞ്ഞാൽ മറ്റ് ഫിഖിന്റെ വിഷയത്തിലുള്ള കിതാബിനെതിരായാൽ ആ എതിരായത് പരിഗണിക്കൂല. എതിരില്ലെങ്കിൽ കൂട്ടും. ഓരോ ഫന്നിലും ആ ഫന്നിനെയാണ് അവലംബിക്കേണ്ടത്. തസവുഫിന് തസവുഫ്, ഫിഖിന് ഫിഖ് എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ഒരാളുടെ ഒരു കിതാബ്, ആ കിതാബിൽ എതിര് വന്നാൽ പോലും, എതിര് വന്നാൽ പരിഹാരമാർഗം നമ്മുടെ ശരീഅത്തിലുണ്ട്, നമ്മുടെ മദ്ഹബിനുണ്ട്. അതാണ് നമ്മുടെ മദ്ഹബിന്റെ മികവ്. എന്താണ് മാർഗം? ബാബുസ്വലാ, നിസ്കാരത്തിന്റെ മസാല. ബാബുസ്വലാത്തിൽ ഒരിടത്ത് പറഞ്ഞു ഇമാം നവവി, അല്ലെങ്കിൽ ഇബ്നു ഹജർ, അല്ലെങ്കിൽ ഫത്ഹുൽ മുഈനിൽ. ബാബുസ്വലാത്തിൽ പറഞ്ഞ മസാലയോട് കിതാബുൻ നിക്കാഹിൽ പറഞ്ഞ മസാല എതിരായി. മസാല നോക്കും, വിഷയം എന്താ? നിക്കാരത്തിന്റെ വിഷയം. നിക്കാരത്തിന്റെ വിഷയം നിക്കാഹിന്റെ ബാബു പറഞ്ഞത് നിക്കാരത്തിന്റെ ബാബു പറഞ്ഞതിനോടെതിരാ. എന്നാ എന്ത് ചെയ്യും? അന്നമാ ബിൽ ബാബി മുഖദ്ദമുൻ, ബാബിൽ പറഞ്ഞതാണ് മുന്തിക്കപ്പെടേണ്ടത്. അതേ കിതാബിൽ തന്നെ മറ്റൊരു വിഷയത്തിൽ പറഞ്ഞത് മുന്തിക്കൂല. അതവിടെ മാറ്റി നിർത്തണം. അതിനേക്കാൾ മുൻഗണന ഇതിനാണെന്ന് പറയണം. ഇതാണ് നമ്മൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത്. ഇതൊക്കെ തുഹ്ഫയിലുണ്ട്, അൽ ഫവായിദുൽ മക്കിയയിലുണ്ട്, സാധാരണ നമ്മുടെ പള്ളി ദർസുകളിലുള്ള ബിദഅ എന്ന കിതാബിനുണ്ട്. അതിന്റെ വക്കിലുണ്ടാകും ഇസ്മതുൽ ഐനൈൻ എന്ന് ഇബ്നു ഹജർ റംലി എന്നവരുടെ വിരോധങ്ങളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ചേർത്ത കിതാബ് അതിലുണ്ട്. ഒരുപാട് കിതാബുകളിലുണ്ട്. ബാലപാഠം പഠിപ്പിച്ചിട്ട് ഫത്ഹുൽ മുഈൻ പറയുന്നത് മസാല മശായിഖുനാ യൂസൂനനാ, നമ്മുടെ ഗുരുപരമ്പരകൾ പരമ്പരാഗതമായി വിശദീകരിച്ച് ഉപദേശിച്ചു തരുന്ന വസിയ്യത്താണിത്. ഈ വസിയ്യത്ത് പ്രകാരമാണ് ഇമാം നവവിയും റാഫിയുമാണ് മുൻഗണന. അവർക്കെതിരായാൽ നവവിക്കാണ് മുൻഗണന. നവവിന്റെ കിതാബുകളിലെതിരായാൽ ഇന്ന കിതാബിനാണ് മുൻഗണന. അതിൽ ശറഹ് മുസ്ലിമിനെ പിന്നെ സ്ഥാനം. ശറഹ് മുസ്ലിമും കഴിഞ്ഞാൽ എന്റെ ആദ്യകാലത്ത് എഴുതിയ കിതാബുകളിൽ പെട്ടതാണ് തസ്ഹീഹു തംബീഹ്, നുഖ്തു തംബീഹ് എന്നീ കിതാബുകൾ. അതുകൊണ്ട് അതിനാണ് പിന്നത്തെ പരിഗണന. ഇമാം ഖുർദി രേഖപ്പെടുത്തിയത് തർശീഹിലുണ്ട്. ഖുർദിയുടെ കിതാബ് അൽ ഫവായിദുൽ മദനിയ എന്ന കിതാബിലുമുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ കാണും. ഇരിക്കട്ടെ, ഇമാം നവവിയും റാഫിയും തമ്മിൽ എതിരായാലും അവരുടെ കിതാബുകൾ പരസ്പരം വിരുദ്ധമായാലും മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മുടെ ഫുഖഹാ പോന്നേ. കാലം കുറെ കഴിഞ്ഞു. അവരുടെ കാലം എത്രയാ? ഹിജ്റ 600-700കളിലാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാലം. സന്ദർഭവശാൽ പറയട്ടെ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഹിജ്റ 600-700കളിലാണ്.
ഹിജറ 600-700കളിലുള്ള ഇമാം നബി റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் ആ നബി റളിയല്ലാഹു അൻഹുവിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ഏതാണ്ട് 200 ചില്ലാനം കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരു ആളുടെ കിതാബ് പിടിച്ചിട്ടാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ മസലയുമായിട്ട് ഒരു മുസ്ലിയാരിപ്പ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സന്ദർഭവശാൽ വന്നപ്പോൾ ഞാനിവിടെ ഒന്ന് കൊളത്തില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു ഹിജറ 631 ജനിച്ച് 686 വഫാത്താണ്. 631 ജനിക്കുന്ന ഇമാം നബിയുടെ സാക്ഷാൽ 202 കൊല്ലം മുമ്പ് വഫാത്തായ മഹാനാണ് അബ്ദുൽ ഖാഹിർ ഇബ്നു ത്വാഹിർ ഇബ്നു മുഹമ്മദ് തമീമി അൽ ബഗ്ദാദി എന്ന് പറയുന്ന അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ആ കിതാബിന്റെ മുസന്നഫ്. 429 വഫാത്ത്. 429 കഴിഞ്ഞിട്ട് 202 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇമാം നബി ജനിക്കുന്നത്. ഇമാം നബിയുടെ 200 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ഒരു ഇമാമ്, അതും അഭിപ്രായ വ്യത്യാസമുള്ള വിഭാഗങ്ങൾ തരം തിരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കിതാബ്, ഇസ്ലാമിൽ രേഖപ്പെട്ട ഇമാമീങ്ങളെ രേഖപ്പെട്ട വ്യത്യാസങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെയും അവരുടെ സംഘങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന ഒരു കിതാബ് എടുത്തിട്ടാണ് ഇമാം നബവി പറഞ്ഞതിനെതിരെ അതിന്റെ ശേഷം വന്ന കോടാനുകോടി ഉലമാവ് പറഞ്ഞതിനെതിരെ പൊക്കിപ്പിടിക്കുന്ന ഒരു തുണ്ട്. ഇതൊക്കെ മാറാൻ, ഈ സുഖക്കേട് മാറാൻ ഫത്ഹുൽ മുഈനെങ്കിലും ഒരൽപ്പം തംബീഹ് പഠിപ്പിക്കണം എന്ന് ഞങ്ങളുടെ വ്യവസ്ഥ രേഖപ്പെടുത്താൻ വേണ്ടി വന്ന പ്രതിനിധികൾ ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാതെ പോയതുകൊണ്ട് അവരൊന്ന് ഉണരാൻ, തംബീഹുന്നല്ലേ, അതൊന്ന് ഉണരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇമാം നബിയുടെ കാലം കഴിഞ്ഞു. നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെയും കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീടും കുറെ ഇമാമുകൾ വന്നില്ലേ? എത്രയോ ഇമാമുകൾ വന്നു. അതുകൊണ്ട് ഇമാം ഖുർദി തുടരുന്നു. ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തങ്ങൾ തുടരുന്നു. അവരുടെ കിതാബുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചിന്തിച്ചാൽ മുഅഖിരീങ്ങളായ ഇമാമുകളിൽ നിന്നും മഹാന്മാരായ ഇമാമുകൾ ഇമാം റംലി, ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ട് മഹാന്മാരാണ് നബി ഇമാമിന്റെ കിതാബുകൾ വളരെ വിശദമായി ചിന്തിച്ചതും മദ്ഹബ് തഹ്രീർ ചെയ്തതിനെ കുറിച്ച് വളരെ വിശദമായി ആലോചിച്ച് രേഖപ്പെടുത്തിയവരും. അതുകൊണ്ട് ഇമാം ഇബ്നു ഹജർ, ഇമാം റംലി എന്നിവരെയാണ് മുന്തിക്കേണ്ടത്. വഇൻദി ലാ യജൂസുൽ ഫത്വ ബിമാ യുഖാലിഫുഹുമാ. ഇമാം ഇബ്നു ഹജറും ഇമാം റംലിയും ഒരു കാര്യം രേഖപ്പെടുത്തിയാൽ അവർക്ക് വിരുദ്ധമായിട്ടൊന്ന് ശാഫിഈ മദ്ഹബിൽ ഫത്വ നൽകാൻ പാടില്ല. നൽകിയാൽ അത് റാജിഹിനെതിരായി വിധി നൽകലാണ്. റാജിഹിനെതിരായി വിധി കൽപ്പിച്ചാൽ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു ഇറക്കിയ നിയമത്തിനെതിരായി വിധി കൽപ്പിക്കലാണ്. അവൻ ഫാസിഖാണ്, വാലിമാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതിൽ പെടുമെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു തന്റെ ഫത്വായിൽ രേഖപ്പെടുത്തിയതും മുഹദ്ദിഖീങ്ങളായ ആളുകൾ ഇജ്മാഅ് ചെയ്തതുമായ അഭിപ്രായത്തിന്റെ പിൻബലമുള്ളതാണ്. ഫത്ഹുൽ മുഈനിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയാൽ കാണും, തഫ്സീലുമുണ്ട്. ഫത്ഹുൽ മുഈനിൽ കാണാത്ത ഖളാഇന്റെ വാതിൽ. അതുകൊണ്ട് തന്നെ ഇമാമുകൾ അവസാനം വന്നവർ തീരുമാനിച്ചിരിക്കുന്നത് ഇബ്നു ഹജർ, റംലി എന്നിവർക്കെതിരായിട്ടുള്ളത് ശാഫിഈ മദ്ഹബിൽ പ്രബലമല്ല. അവർ രണ്ടുപേർക്കും എതിരായി വന്നാൽ പിന്നെ അത് ശാഫിഈ മദ്ഹബിൽ അപ്രബലമാണ്. അവർ പറഞ്ഞതാണ് പരിഗണിക്കേണ്ടത്. അതേ ഫത്വക്കെടുത്തുകൂടൂ, അല്ലാത്തത് കൊണ്ട് ഫത്വ നൽകിക്കൂടാ.